أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. محمد رسول الله. محمد رسول الله. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا. صدق الله مولانا العلي العظيم. وصدق وبلغنا سيدنا ونبينا رسوله الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. قال سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وآله وصحابه وسلم. رحم الله أبا بكر زوجني ابنته وحملني إلى دار الهجرة وصحبني في الغار وأعتق بلالا من مالي. رحم الله عمر يقول الحق وإن كان مرة تركه الحق وما له من صديق. رحم الله عثمان يستحي منه الملائكة. رحم الله عليا اللهم أدر الحق معه حيث دار. صدق الرسول الكريم صلى الله عليه وآله وصحابه وسلم. اللهم صل وسلم وبارك. اللهم صل وسلم وبارك. اللهم صل وسلم وبارك على رسولك نبينا وسيدنا وحبيبنا ومحبوبنا ومعشوقنا ومرشدنا ومصطفانا ومجتبانا ومنجينا وهادينا وقرة أعيننا وثمرة فؤادنا محمد النبي الأمي نبي الرحمة وأزواجه وذريته وأهل بيته وأصحابه أجمعين. സദസ്സിലെ മഹാപണ്ഡിതന്മാരും അറിവിന്റെ വക്താക്കളും പ്രയോക്താക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ബഹുമാന്യ സഹോദരങ്ങളെ, വളരെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, എൻ്റെ യുവജന സുഹൃത്തുക്കളെ, ഓമന മക്കളെ, ഈ മഹത്തായ പരിപാടിയെ ശ്രദ്ധിച്ച് ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരായ സഹോദരിമാരെ, ഈ മനുഷ്യ സ്നേഹത്തിന്റെ സംഗമത്തിന് സാക്ഷികളാകാനെത്തിയ സഹോദര സമുദായ അംഗങ്ങളും സഹോദര മതസ്ഥരുമായ എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക. റബ്ബേ ആകാശഭൂമികളുടെ തമ്പുരാനെ,
ആകാശഭൂമികൾ നിറഞ്ഞു കവിഞ്ഞ സ്തോത്രങ്ങൾ നിനക്കുള്ളതാണ്. സകല സങ്കീർത്തനങ്ങളും നിനക്കുള്ളതാണ്. സകല പ്രശംസകളും നിനക്കുള്ളതാണ്. സകല സ്തുതിഗീതങ്ങളും നിനക്കുള്ളതാണ്. നീ എത്ര ഔദാര്യവാൻ, നീ എത്ര അനുഗ്രഹദാതാവാണ് റബ്ബേ. നീ ഇല്ലെങ്കിൽ ഞങ്ങളുണ്ടോ? നീ ഇല്ലെങ്കിൽ ഈ റമദാനുണ്ടോ? നീ ഇല്ലെങ്കിൽ മനുഷ്യനുണ്ടോ? നീ ഇല്ലെങ്കിൽ അണ്ടകടാഹമുണ്ടോ? നീ ഇല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ പേമാരിയുണ്ടോ? നീ ഇല്ലെങ്കിൽ ഈ പാരാവാരം പോലുള്ള സദസ്സുണ്ടോ? നീ ഇല്ലെങ്കിൽ ഖുർആനുണ്ടോ? നീ ഇല്ലെങ്കിൽ നിന്റെ മുത്തായ ഹബീബുണ്ടോ? നീയല്ലേ സംരക്ഷകൻ, നീയല്ലേ സൃഷ്ടാവ്, നീയല്ലേ സംവിധായകൻ, നീയല്ലേ ഉടമസ്ഥൻ, നീയല്ലേ നാളെ സംഹാരകൻ, നീയല്ലേ പോറ്റുന്നവൻ, നീയല്ലേ കാണുന്നവൻ, നീയല്ലേ കേൾക്കുന്നവൻ, നീയല്ലേ അറിയുന്നവൻ. നാഥ, ഞരമ്പുകൾക്കകത്തൂടെ സഞ്ചരിക്കുന്ന ചോരത്തുള്ളികളുടെ ചലനമറിയുന്ന നാഥ, കേവലം ബീജത്തിൽ നിന്ന് മനുഷ്യനെ പടച്ചുണ്ടാക്കിയ നാഥ, എല്ലാം അറിയുന്ന തമ്പുരാനെ, എല്ലാം ഉൾക്കൊണ്ട തമ്പുരാനെ, ആകാശഭൂമികൾക്കപ്പുറത്തുള്ള സിംഹാസനത്തിൽ ആരൂഢനായ തമ്പുരാനെ, എല്ലാം നിനക്കാണ് തമ്പുരാനെ, എല്ലാം നിന്നിൽ നിന്നാണ് തമ്പുരാനെ. നീ ഇല്ലെങ്കിൽ ഒന്നുമില്ല റബ്ബേ. അതുകൊണ്ട് നിന്നെ സ്തുതിക്കുകയാണ്. എങ്ങനെ സ്തുതിക്കണമെന്നറിയാത്തത് കൊണ്ട് സകല ഞരമ്പുകളുടെയും സ്തുതി നിനക്കർപ്പിക്കുകയാണ്. സകല സിരകളുടെയും സ്തുതി അർപ്പിക്കുകയാണ്. സകല രോമകുംഭങ്ങളും നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. മനുഷ്യരായ മനുഷ്യരുടെ മുഴുവൻ യഥാർത്ഥമായ ശക്തികളെ നിയന്ത്രിച്ചു പോന്ന റബ്ബേ, നിയന്ത്രിച്ചു പോരുന്ന റബ്ബേ, ബുദ്ധിയുടെ പ്രഭവ കേന്ദ്രമേ, യുക്തിയുടെ ദാനമേ റബ്ബേ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനേ റബ്ബേ. നീ ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് എല്ലാം നിനക്ക് സമർപ്പിച്ചു കൊള്ളട്ടെ റബ്ബേ. നിന്നെ മനസ്സിൽ സങ്കല്പിച്ചാൽ പിന്നെ എന്തെങ്കിലുമുണ്ടോ? ഇവിടെ സിദ്ദീഖിനെ ചർച്ച ചെയ്യുകയാണത്രേ, ഫാറൂഖിന്റെ കഥ പറയുകയാണത്രേ. ഒരിക്കൽ പുണ്യഭൂമാനായ റസൂലിന്റെ കൂടെ ഗാർ സൗർ എന്ന ഗുഹയിൽ സിദ്ദീഖ് ഇരുന്ന സമയത്തതാ ശത്രുക്കൾ വലയാ ആ ഗുഹയുടെ അടുത്തൂടെ നടന്നു പോവുകയാണ്. ഖുറൈശി കിങ്കരന്മാർ നടന്നു പോവുകയാണ്. ഈ മുത്തിനെ പിടികൂടണം, ലോകത്ത് ഇരുട്ടിനെ തകർക്കാൻ വന്ന വെളിച്ചത്തെ നശിപ്പിക്കണം. ലോകത്തിന് ദാനമായി വന്ന പ്രവാചകൻ, അനുഗ്രഹമായി വന്ന പ്രവാചകൻ, റഹ്മത്തായി വന്ന പ്രവാചകൻ, ആ പ്രവാചകനെ തകർക്കാൻ, ആ പ്രവാചകനെ നശിപ്പിക്കാൻ, നബി തിരുമേനി കൊളുത്തിവെക്കുന്ന ദീപത്തെ അണച്ചു കളയാൻ, സ്ത്രീവർഗത്തിന്റെ വിമോചനത്തിന് തടസ്സം നിൽക്കാൻ, പാവപ്പെട്ടവന്റെ ഉത്ഥാനത്തിന് തടസ്സം നിൽക്കാൻ, തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിന് തടസ്സം നിൽക്കാൻ, കറുത്തവനും വെളുത്തവനും ഒന്നാണെന്ന ആചാരത്തെയും ആദർശത്തെയും എന്നേക്കുമായി തകർത്ത് കളയാൻ ഖുറൈശികൾ ഗുഹാമുഖത്തൂടെ നടന്നു പോകുമ്പോൾ സിദ്ദീഖ് ചോദിച്ചുവത്രേ, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളെ അവർ പിടികൂടുമോ? ശത്രുക്കളല്ലേ ആ പോണത്, അവരുടെ കാലച്ചയല്ലേ ആ കേൾക്കുന്നത്, അവരുടെ കാലങ്ങളല്ലേ ആ കാലുകളല്ലേ ഈ കാണുന്നത്, നമ്മളെ പിടികൂടുമോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഹബീബ് നൽകിയ മറുപടി ഞങ്ങൾ ഓർക്കുന്നു റബ്ബേ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ, സിദ്ദീഖേ വ്യസനിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട്. നമ്മൾ രണ്ടല്ല സിദ്ദീഖേ, രണ്ടിന്റെ ഒരു വലിയ മൂന്നാമനുണ്ട്. അവനാണെല്ലാം അറിയുന്നത് സിദ്ദീഖേ, അവനാണ് എന്നെ പറഞ്ഞയച്ചത് സിദ്ദീഖേ, അവന്റെ വെളിച്ചവുമായിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് സിദ്ദീഖേ, എന്റെ ശരീരത്തിലേക്ക് ഓടിയെത്തുന്ന ജിബ്രീൽ അവന്റെ ദൂതനാണ് സിദ്ദീഖേ, അവൻ പറഞ്ഞയച്ച ഉത്തരവാദിത്തമല്ലാതെ മറ്റൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല സിദ്ദീഖേ. സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ, വിശുദ്ധ ഖുർആനിൽ നീ തന്നെ പറഞ്ഞില്ലേ റബ്ബേ, സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ, രണ്ടുപേരിൽ രണ്ടാമൻ, രണ്ടുപേരും ഗുഹയിൽ കഴിയുമ്പോൾ ആ രണ്ടിൽ രണ്ടാമൻ പറഞ്ഞു, ഇത് യഖൂലു സാഹിബി, കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം, കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ വിഷമിക്കേണ്ട, നീ വ്യസനിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. എവിടെയും അവനുണ്ടത്രേ, ഇരുട്ടറയിലും അവനുണ്ടത്രേ, ഞരമ്പുകൾക്കകത്തവനുണ്ടത്രേ, ഹൃദയത്തിലേക്ക് അവൻ നോക്കുമത്രേ, രാത്രിയിൽ അവന് രാത്രിയില്ലത്രേ, അവന് കാലമില്ലത്രേ, അവന് ഭൂതകാലമില്ലത്രേ, അവന് വർത്തമാനകാലമില്ലത്രേ, അവന് ഭാവി കാലമില്ലത്രേ, അവൻ ത്രികാലജ്ഞനാണത്രേ, അവന് ഇന്നലെയില്ലത്രേ, ഇന്നുമില്ലത്രേ, നാളെ എന്നത് അവനൊരു പ്രശ്നമല്ലത്രേ. അവൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അവന് കുഞ്ഞെന്ന് പറയേണ്ട താമസമേ ഉള്ളുവെങ്കിൽ റബ്ബേ,
നിനക്കാണ് സ്തുതി റബ്ബേ. നിന്നെ ഞങ്ങൾ ഓർക്കുന്നു റബ്ബേ. ഇവിടെ കൂടിയിരുന്ന പതിനായിരങ്ങൾ അല്ല ലക്ഷോപലക്ഷം നിന്നെ ഓർക്കുന്നു റബ്ബേ. നിന്നെ ഓർത്തുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു റബ്ബേ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റബ്ബേ. ഈ കൂടിയത് പാഴാക്കരുത് റബ്ബേ. കഷ്ടപ്പെട്ട് വന്നത്, കഷ്ടപ്പെട്ട് പറയുന്നത്, കഷ്ടപ്പെട്ട് കേൾക്കുന്നത് നീ വെറുതെയാക്കരുത് റബ്ബേ. ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ നിന്റെ സവിധത്തിൽ അണയുന്നവരാണ് റബ്ബേ. അതുകൊണ്ട് അല്ലാഹുവേ നീയാണെല്ലാം. നീ ഉണ്ടെങ്കിൽ പിന്നെ ഭയമില്ല. ഹാജറ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ മരുഭൂമിയിൽ ഒറ്റക്കാക്കി നടന്നു പോകാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരു പ്രയാസവും ഉണ്ടായില്ലത്രേ. ഭാര്യയായ ഹാജറ ചോദിച്ചു, ഈ മരുഭൂമിയിൽ എന്നെ ഒറ്റക്കാക്കിയിട്ട് എങ്ങോട്ടാണ് അങ്ങ് പോണത്? ഞാനിവിടെ ഒറ്റക്കാണ്. ഈ മരുഭൂമി കുടിവെള്ളം പോലുമില്ല, സഹായിക്കാൻ ആരുമില്ല, വിളിച്ചാൽ കേൾക്കാൻ ആരുമില്ല. ഈ വിശാലമായ മരുഭൂമി, ഇന്നവിടെ മക്കയുണ്ട്, ഇന്നവിടെ മദീനയുണ്ട്, ഇന്നവിടെ കഅബയുണ്ട്, ഇന്നവിടെ ഹജറുൽ അസ്വദ് ഉണ്ട്, ഇന്നവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്, ഇന്നവിടെ മുസ്ദലിഫയുണ്ട്, ഇന്നവിടെ മിനായുണ്ട്, ഇന്നവിടെ അറഫാത്ത് ഉണ്ട്, ഇന്നപ്പുറത്ത് മദീനയുണ്ട്, അവിടെ റൗളയുണ്ട്, റൗളയിൽ പുണ്യപൂമാൻ ഉറങ്ങുന്നുമുണ്ട്. അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഹാജറ ബീവി ചോദിച്ചു, എന്നെ ഒറ്റക്കാക്കിയിട്ട് അങ്ങോട്ടാണ് പോണത്? ആരുടെ കാവലിൽ, ആരുടെ സഹായത്തിൽ, ആരാണ് എന്നെ നോക്കാനുള്ളതെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഹാജറ ചോദിച്ച സമയം ഇബ്രാഹിമിന്റെ മറുപടി എത്രേ, ഹാജറ നിന്നെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നത് അല്ലാഹുവിന്റെ കാവലിലാണ്. അല്ലാഹുവിന്റെ കാവലിലാണ്. അവന് മരുഭൂമി സമമാണ്, അവന് പുഷ്പചോദ്യാനം സമമാണ്, അവനെല്ലാം സമമാണ്. നിന്നെ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയില്ല ഹാജറ. അത് കേൾക്കേണ്ട താമസം ഹാജറ ബീവി മറുപടി പറഞ്ഞത്രേ, പോവുക, പോവുക, കടന്നു പോവുക, ഭയമില്ലാതെ പോവുക, പരിഭ്രമമില്ലാതെ പോവുക, സംശയമില്ലാതെ പോവുക, സന്ദേഹമില്ലാതെ പോവുക. എന്നെ കാക്കാൻ അവൻ ധാരാളമാണ്, അവന്റെ കാവൽക്കാരനാണ്, അവൻ എന്റെ സംരക്ഷകനാണ്. അല്ലാഹുവേ നിന്റെ കാവലുണ്ടെങ്കിൽ ഞങ്ങൾക്കതിലപ്പുറം എന്താണ്? അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ തേടുകയാണ് അല്ലാഹുവേ, ഈ മഹത്തായ സദസ്സിൽ ഞങ്ങൾ തേടുകയാണ് റബ്ബേ. മഹാനായ തങ്ങൾ അവർ ദുആ ചെയ്ത ദുആ അത് നീ കബൂലാക്കണേ റബ്ബേ എന്ന് ഞങ്ങളെല്ലാവരും കൂടി ദുആ ചെയ്യുകയാണ് റബ്ബേ. നിമിഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഞങ്ങളുടെ നേതാവ് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ ഇത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ എന്ന്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ എന്ന് ആ ദുആ കബൂലാക്കിയിട്ട് ഞങ്ങളെ ഈ രാത്രി അനുഗ്രഹിക്കണേ എന്ന് റബ്ബേ. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ നേതാവിന്റെ പിന്നാലെ നിന്നുകൊണ്ട് ഈ പുണ്യരാത്രിയിലെ പുണ്യ സദസ്സിൽ നിന്നോട് ദുആ ചെയ്യുകയാണ് റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളെ തട്ടിക്കളയരുത് റബ്ബേ, ഞങ്ങളെ തിരസ്കരിച്ച് കളയരുത് റബ്ബേ. നീ ഞങ്ങളെ ഒരിക്കലും കൈവടിയരുത് റബ്ബേ. നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല റബ്ബേ. അല്ലാമ ഇഖ്ബാൽ പാടിയ പോലെയാണ് നിന്റെ സ്ഥിതി. മുദ്ദഈ ലാഖ് ബുരേ ചാഹേ തോ ക്യാ ഹോതാ ഹേ, മുദ്ദഈ ലാഖ് ബുരേ ചാഹേ തോ ക്യാ ഹോതാ ഹേ, വഹി ഹോതാ ഹേ ജോ മൻസൂർ ഖുദാ ഹോതാ ഹേ, വഹി ഹോതാ ഹേ ജോ മൻസൂർ ഖുദാ ഹോതാ ഹേ. ശത്രു എന്ത് വിചാരിച്ചാൽ എനിക്ക് എന്താണ്? അല്ലാമ ഇഖ്ബാൽ പാടട്ടെ, ശത്രു എന്ത് വിചാരിച്ചാൽ എന്താണ് എനിക്ക്? മുദ്ദഈ ലാഖ് ബുരേ ചാഹേ തോ ക്യാ ഹോതാ ഹേ, വഹീ ഹോതാ ഹേ ജോ മൻസൂർ ഖുദാ ഹോതാ ഹേ. അല്ലാഹു അല്ലാതെ എനിക്കൊന്നും വരുത്താൻ ഒരാൾക്കുമാവില്ല. മുദ്ദഈ ലാഖ് ബുരേ, ലക്ഷക്കണക്കിന് എന്റെ കാര്യത്തിൽ ശാപം ശത്രു ചൊരിഞ്ഞിട്ട് എന്ത് കാര്യം? വഹീ ഹോതാ ഹേ, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ജോ മൻസൂർ ഖുദാ ഹോതാ ഹേ, അല്ലാഹു എന്താണ് കണക്കാക്കിയത്, അല്ലാഹു എന്താണ് ഇച്ഛിച്ചത്, അത് മാത്രമേ നടപ്പാക്കപ്പെടുകയുള്ളൂവെങ്കിൽ എനിക്ക് ഭയമില്ല നാഥ, എനിക്ക് യാതൊരുവിധ ശുഷ്കാദിയുമില്ല നാഥ, എനിക്ക് ആശങ്കയില്ല നാഥ എന്ന് പാടിയ ഇഖ്ബാലിന്റെ കൂടെ ഞങ്ങൾ പാടുകയാണ്. ഞങ്ങൾ പാടുന്നു റബ്ബേ, നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയമില്ല റബ്ബേ. ശത്രുവിനെ ഭയമില്ല, ആരെയും ഭയമില്ല, എതിരാളികളെ ഭയമില്ല, സമുദായത്തിന്റെ ഐക്യം തകർക്കാൻ ഓടി നടക്കുന്ന കഴുകന്മാരെ ഭയമില്ല, ദീനിന്റെ ശത്രുക്കളെ ഭയമില്ല, ഇസ്ലാമിന്റെ എതിരാളികളെ ഭയമില്ല. അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരെ കുരച്ചു ചാടുന്ന എതിരാളികളെ ഭയമില്ല. നിന്റെ സമൂഹത്തിൽ പഴകിയ ഞങ്ങളുടെ പാരമ്പര്യമുള്ള നേതാക്കന്മാർ പാടുപെട്ട് കെട്ടിപ്പടുത്ത വിലപ്പെട്ട ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഭിന്നിപ്പിന്റെ വക്താക്കളെ ഭയമില്ല റബ്ബേ. നീ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ
നീ അനുഗ്രഹിക്കുമെങ്കിൽ, നിന്റെ ദാനമുണ്ടെങ്കിൽ, നിന്റെ ഉജ്ജ്വലമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ, അല്ലാഹുവേ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല റബ്ബേ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗേറ്റ് കടക്കാം, സിദ്ദീഖിന്റെ കവാടം കടക്കാം, നമുക്ക് ഫാറൂഖിന്റെ കവാടം കടക്കാം, നമുക്ക് രാജകുമാരനെ കാണാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ഏതാണ് ഗേറ്റ് എന്നറിയുമോ? പ്രധാനപ്പെട്ട 4 കവാടങ്ങൾ രാജകുമാരന്റെ വീട്ടിലേക്കുണ്ട്. ഒന്നാമത്തെ കവാടം സിദ്ദീഖിന്റെ കവാടമാണ്, രണ്ടാമത്തെ കവാടം ഫാറൂഖിന്റെ കവാടമാണ്, മൂന്നാമത്തെ കവാടം നൂറൈനിയുടെ കവാടമാണ് ഉസ്മാൻ, നാലാമത്തെ കവാടം അലി ഹൈദറുൽ കറാർ അവരുടെ കവാടമാണ്. അല്ലാഹു അബൂബക്കറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹിമല്ലാഹു അബൂബക്കറിൻ. പുണ്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു അബൂബക്കറിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. സവ്വജനി ബനതഹു. അബൂബക്കർ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എണ്ണി പറഞ്ഞാൽ, ഒന്ന്, അബൂബക്കർ അദ്ദേഹത്തിന്റെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. ആ മുത്തുമണിയില്ലയോ, ആ തരുണിയില്ലയോ, ആ മഹദിയില്ലയോ, പണ്ഡിതയായ കവയത്രിയായ എല്ലാ സമുദായത്തിനും എന്നെന്നും ആവേശമായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പെണ്ണ് പെണ്ണായിരിക്കണമെന്ന് എങ്ങനെയെന്ന് പഠിപ്പിച്ച ആയിഷ ബീവി അബൂബക്കറിന്റെ കുടുംബത്തിൽ ജനിച്ച കടാവളക്കാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ മകളാണ്. അബൂബക്കർ ആ മകളെ എനിക്ക് കെട്ടിച്ചു തന്നു. അത് അബൂബക്കർ എനിക്ക് എന്നോട് കാട്ടിയ സ്നേഹമാണ്. ഹിജ്റയുടെ ഭവനത്തിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അബൂബക്കറിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ അബൂബക്കറാണ് എന്നെ കൊണ്ടുപോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പാടാക്കിയ ഒട്ടകത്തിന്റെ മേൽ കയറിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഹിജ്റയിൽ എന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ. തീർന്നില്ല, വസഹബനി ഫിൽ ഗാർ. ഹിജ്റയുടെ അവസരത്തിൽ ഗുഹയിൽ എന്റെ കൂടെ സഹവസിച്ചതും അബൂബക്കറാണ്. അബൂബക്കർ എന്നോട് സഹവസിച്ചത് തീർന്നില്ല. സ്വന്തം പണത്തിൽ നിന്ന് ചെലവഴിച്ചിട്ട് ബിലാലിനെ മോചിപ്പിച്ചതും അബൂബക്കറാണ്. അടിമയായ ബിലാലിന് സ്വാതന്ത്ര്യം നൽകിയത് അബൂബക്കറാണ്. റഹിമല്ലാഹു ഉമർ. ഉമറിനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യഖൂലുൽ ഹഖ്. ഉമർ ഹഖ് മാത്രമേ പറയൂ. ഉമറിന്റെ നാവിന്റെ തുമ്പത്ത് സത്യമാണ്. ഉമർ സത്യത്തിന്റെ നായകനാണ്. വഇൻ കാന മുറൻ. ആ സത്യം കൈപ്പുള്ളതാണെങ്കിലും ഉമർ സത്യമേ പറയൂ. ആ ഉമറിനെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. തറകഹുൽ ഹഖ് വമാ ലഹു മിൻ സദീഖ്. ഉമറിനെ സത്യം കൈവടിഞ്ഞിരിക്കുകയാണ്, ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം എത്ര മനോഹരം. ഉമറിനെ സത്യം കൈവടിഞ്ഞിരിക്കുന്നു, ഒരു കൂട്ടുകാരനെ കൊടുക്കാതെ. സത്യം ഉമറിനെ ഒറ്റക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടെ ആരുണ്ടെന്ന് നോക്കാതെ, കൂടെ ഒരു സ്നേഹിതനുണ്ടോ എന്ന് ആലോചിക്കാതെ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം. വറഹിമല്ലാഹു ഉസ്മാൻ. ഉസ്മാനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യസ്തഹീ മിൻഹുൽ മലായിക. മലക്ക് പോലും ആ ഉസ്മാന്റെ മുമ്പിൽ നാണം കുണുങ്ങും. അത്ര വലിയ ഔദാര്യത്തിന്റെ, അത്ര വലിയ ഉന്നതമായ ഗുണങ്ങളുടെ വിളനിലമാണ് ഉസ്മാൻ. ആ ഉസ്മാന്റെ മുമ്പിൽ മലക്കുകൾ നാണം കുണുങ്ങും. റഹിമല്ലാഹു അലിയൻ. അല്ലാഹു അലിയെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അദിൽ ഹഖ്ക മഅഹു ഹൈസു ദാർ. അല്ലാഹു അലി കടന്നു പോകുന്ന സ്ഥാനങ്ങളിലെല്ലാം, അവിടെയെല്ലാം നീ സത്യത്തെ എത്തിച്ചു കൊടുക്കണമേ. നമുക്ക് ഈ ഗേറ്റ് കടന്നു ചെല്ലണം. അബൂബക്കറിന്റെ കവാടം, ഉമറിന്റെ കവാടം, ഉസ്മാന്റെ കവാടം, അലിയുടെ കവാടം. 4 കവാടങ്ങളും കടന്നിട്ട് ചെല്ലുന്നത് എങ്ങോട്ടാണ്? രാജകുമാരന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലണം. സിദ്ദീഖും ഫാറൂഖും വർത്തമാനകാല ദർപ്പണത്തിൽ, ഈ കാലഘട്ടത്തിന്റെ കണ്ണാടിയിൽ, വർത്തമാനകാലത്തിന്റെ ദർപ്പണത്തിൽ, വർത്തമാനകാലത്തിന്റെ കണ്ണാടിയിൽ സിദ്ദീഖിനെയും ഫാറൂഖിനെയും നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇന്നത്തെ കാലഘട്ടത്തിലേക്ക്, നീതി അസ്തമിക്കുന്ന കാലത്തേക്ക്, അന്ധത വളർന്നു വരുന്ന കാലത്തേക്ക്, അന്ധകാരം
വളർന്നു വരുന്ന കാലത്തേക്ക് ആ കാലത്തിന്റെ കണ്ണാടിയിൽ വെച്ചിട്ട് സിദ്ദീഖിനെയും ഫാറൂഖിനെയും പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ റസൂലിന്റെ മാതൃകയെക്കുറിച്ച് നമ്മോട് പറഞ്ഞു. ആ മാതൃക നമുക്ക് എത്തിച്ചു തന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പുണ്യ റസൂലിന്റെ സഹാബത്ത്, ആ സഹാബികളാണ് നമുക്ക് എത്തിച്ചു തന്നത്. നബി തിരുമേനി അംഗീകരിക്കണമെങ്കിൽ സഹാബികൾ അംഗീകരിക്കണം. ഞാൻ ഈ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാര്യം പ്രധാനമായിട്ട് സൂചിപ്പിക്കുകയാണ്. സഹാബത്തിനെ ആക്ഷേപിക്കുക, സഹാബത്തിനെ തെറിവിളിക്കുക, സഹാബത്തിനെ കുറിച്ച് അപമര്യാദയായിട്ട് സംസാരിക്കുക, ഇതൊക്കെ ചില ആളുകൾ ഒരു ഫാഷനായിട്ട് കൊണ്ട് നടക്കുന്ന പോലെ തോന്നാറുണ്ട്. സത്യത്തിൽ അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ കൊണ്ടുവന്നത്, എന്താണോ പറഞ്ഞത്, എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ജീവിച്ചത് എന്ന് നമ്മെ അറിയിച്ചു തന്നത് ആരാണ്? സഹാബത്താണ്. സഹാബത്ത് നമ്മെ അറിയിച്ചു തന്നു. ആ സഹാബികൾക്ക് 4 നായകന്മാർ, ഖുലഫാഉർ റാഷിദീങ്ങൾ. അബൂബക്കറാണ്, ഉമറാണ്, ഉസ്മാനാണ്, അലിയാണ്. ഈ ലോകത്ത് ഏറ്റവും മഹാന്മാരാരാണ്? എല്ലാവർക്കും അറിയാം, അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്. സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നീണ്ടുപോകുന്ന മഹത്തായ പട്ടികയിലെ പ്രവാചകന്മാർ, അംബിയാ മുർസലീങ്ങളിൽ ആരാണ് ഏറ്റവും മഹത്വമുള്ളത്? ആരും സംശയിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി കഴിഞ്ഞാൽ, നബിയുടെ മുൻഗാമികളായ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടന്മാരാരാണ്? സഹാബത്താണ്. ആ സഹാബികളിലെ ഏറ്റവും ഉത്കൃഷ്ടന്മാർ ആരാണ്? ഒന്നാമൻ അബൂബക്കർ, രണ്ടാമൻ ഉമർ, മൂന്നാമൻ ഉസ്മാൻ, നാലാമൻ അലി റളിയല്ലാഹു തആല അൻഹും. എങ്ങനെയാണോ അവരുടെ ഖിലാഫത്തിന്റെ ക്രമം, അതനുസരിച്ചാണ് അവരുടെ മഹത്വത്തിന്റെയും ക്രമം എന്നാണ് ഇസ്ലാമിലെ മഹാപണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം. ആരാണ് ആദ്യം ഖലീഫ? ആൾ ഏറ്റവും മഹാൻ. ആരാണ് രണ്ടാമത്തെ ഖലീഫ? ആൾ പിന്നെ മഹാൻ. ആരാണ് മൂന്നാമത്തെ ഖലീഫ? ആൾ 3-ാം സ്ഥാനത്ത്. ആരാണ് 4-ാം ഖലീഫ? ആൾ 4-ാമത്തെ സ്ഥാനത്ത്. അതിനുശേഷം പിന്നെ ആര്? പിന്നെ സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട 10 പേരിൽ ഈ 4 പേരാണ് ആദ്യത്തെ ആളുകൾ. അത് കഴിഞ്ഞുള്ള ബാക്കി 6 ആളുകൾ: സഅദുൻ, സഈദുൻ, തൽഹ, സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദ് മിൻഹും അജ്മഈൻ. ആ 6ഉം ഖുലഫാഉർ റാഷിദീങ്ങളായ 4ഉം കൂട്ടിച്ചേർത്ത് 10. ആ 10 ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗ്ഗം ഉറപ്പ് നൽകുകയുണ്ടായി. അതുകൊണ്ടാണ് അവരെ നമ്മൾ അശറത്തുൽ മുബശ്ശിരീങ്ങൾ എന്ന് വിളിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ ബഹുമാനിക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ വിശ്വാസപരമായ കടമയാണ്. അസ്ഹാബീ കന്നുജൂം ഫബിഅയ്യി മൻ ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ്, അതിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. നാം ആ കൂട്ടത്തിലെ 4 തലവന്മാരിൽ ഒന്നാമന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന പോലെ, അബൂബക്കറിന്റെ സദസ്സിലെത്തിയ പോലെ, അബൂബക്കറിനെ ഉള്ളുകൊണ്ട് അറിയുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഫൈളും ബർക്കത്തും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. വെറുതെ ഒരു മൈതാനത്ത് പോയിട്ട് പ്രസംഗം കേൾക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ പറഞ്ഞ ഗുണം ഉണ്ടാവില്ല, കേട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ. അബൂബക്കറിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും അബൂബക്കറിനെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുകയും അബൂബക്കറിനെ മനസ്സുകൊണ്ട് രൂപകൽപ്പന പോലും ചെയ്യാമെന്നാണ് ഇസ്ലാമിലെ പണ്ഡിതന്മാരെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുമ്പോൾ റസൂലിന്റെ രൂപം കേട്ടതനുസരിച്ചും പഠിച്ചതനുസരിച്ചും കൽബിൽ തസവ്വുറാക്കുന്നത് നല്ലതാണ് എന്ന് മഹാന്മാരായ ഉലമാക്കന്മാർ പറയുന്നു. അപ്രകാരം പുണ്യവാന്മാരെ കൽബിൽ ഹാജരാക്കുകയാണെങ്കിൽ, സിദ്ദീഖിനെ കുറിച്ച് കേൾക്കുമ്പോൾ, സിദ്ദീഖിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, സിദ്ദീഖിന്റെ നന്മകൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൽബിലേക്ക് സിദ്ദീഖ് വഴി അള്ളാഹുവിന്റെ നൂറാനിയത്ത് കടന്നു വരുന്നത് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യമാകും. അള്ളാഹു അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സിദ്ദീഖാരാണ്. നാം കടന്നു ചെല്ലുകയാണ് സദസ്സിലേക്ക്. ലാളിത്യത്തിന്റെ മകുടോദാഹരണമായ സിദ്ദീഖ്, സത്യത്തിന്റെ നായകനായ സിദ്ദീഖ്,
ആ സിദ്ദീഖ് നടന്നു പോകുമ്പോൾ പറയുമായിരുന്നത്രേ, മരക്കൊമ്പ് കാണുമ്പോൾ, മരമേ നീ എത്ര ഭാഗ്യം ചെയ്ത മരമാണ്, നിന്നെപ്പോലെ ഞാനും ഒരു മരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വല്ല ഒട്ടകവും എന്നെ തിന്നങ്ങ് ഞാൻ അവസാനിച്ചു പോകുമല്ലോ, എനിക്ക് പിന്നെ വിചാരണ വേണ്ടല്ലോ, എനിക്ക് പിന്നെ മഹ്ശറയെ കുറിച്ച് ആലോചിക്കേണ്ടല്ലോ, നാളത്തെ ആഖിറത്തിലെ വിചാരണയെ കുറിച്ച് ഞാൻ എന്തിനാലോചിക്കണം, ഞാനൊരു മരക്കൊമ്പായി തീർന്നെങ്കിൽ മരമേ എന്ന് നടന്നു പോകുന്ന വഴിവക്കത്തുള്ള വൃക്ഷത്തെ നോക്കിക്കൊണ്ട് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ടായിരുന്ന ഈമാൻ, മഹ്ശറയുടെ വിചാരണയെ കുറിച്ചുണ്ടായിരുന്ന ഭയം എത്ര വലുതാണെന്ന് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കണം. എത്ര വലുതായിരുന്നു സിദ്ദീഖിന്റെ മനസ്സിൽ. സിദ്ദീഖ് ഒരു ദിവസം നടന്നു പോകുമ്പോഴത്രേ മരക്കൊമ്പത്തിരുന്നിട്ടൊരു പക്ഷി പാട്ട് പാടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് ആ പക്ഷിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്രേ, പക്ഷി നീ എത്ര ഭാഗ്യം ചെയ്ത പക്ഷിയാണ്, നിന്നെപ്പോലെ ഞാനും ഒരു കിളിയായിരുന്നെങ്കിൽ പാട്ടുപാടി മരത്തിൽ നിന്ന് മരത്തേക്ക് പറക്കാമായിരുന്നു, കണ്ണിൽ കണ്ടത് വല്ലതും കൊത്തിയെടുക്കാമായിരുന്നു, വിചാരണയെ കുറിച്ച് പേടിക്കേണ്ടതില്ല, ഖൈറേത് ശർറേത്, നന്മയേത് തിന്മയേത്, ഈ വക ചിന്തകളില്ലാതെ വിചാരണയെ കുറിച്ച് ഭയപ്പെടാതെ ആകാശത്തൂടെ ഇഷ്ടം പോലെ പാറിപ്പറക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷെ എനിക്ക് നിവൃത്തിയില്ലല്ലോ, മരണമുണ്ട്, അതിനുശേഷം വിചാരണയുണ്ട്, അതുകൊണ്ട് പക്ഷി നീ എത്ര ഭാഗ്യം ചെയ്ത പക്ഷിയാണെന്ന് പറയുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഇവരെ ഈ രൂപത്തിൽ ആക്കി തീർത്തത്? ആരാണ് ഈ അവസ്ഥാവിശേഷത്തിലേക്ക് കൊണ്ടുവന്നത്? ഈ തഖ്വ ആരാണ് കുത്തിവെച്ചത് അവരുടെ കൽബിൽ? ആ രാജകുമാരന്റെ തിരുസദസ്സിൽ നിന്ന് പഠിച്ചതാണിത്. ആ രാജകുമാരൻ നടത്തിയ പരിശീലനമാണിത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് കടന്നു നോക്കുക, ഫാറൂഖിന്റെ മഹത്വത്തിലേക്ക് കടന്നു ചെല്ലുക. സ്വർണത്തിന്റെ ഒരു സിംഹാസനം ഉണ്ടാകട്ടെ, മുഗീറയ്ക്ക് ഇരിക്കാൻ തോരണങ്ങൾ ഉണ്ടാകട്ടെ, പെൺകൊടിമാർ അണിചേരട്ടെ, പെഞ്ചാമരം വീശട്ടെ, വലിയ സ്വീകരണം നൽകട്ടെ, കരിമരുന്നിന്റെ പ്രയോഗം നടക്കട്ടെ, എല്ലാവരും അണിഞ്ഞൊരുങ്ങട്ടെ, ഖദീന പൊട്ടട്ടെ. മുഗീറ കടന്നു വരുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഗാംഭീര്യവും ഗമയുമെന്ന് ഉമർ ഫാറൂഖിന്റെ പ്രതിനിധി അറിയട്ടെ. എല്ലാവരും മുറ്റു നോക്കിക്കൊണ്ടിരിക്കെ മുഗീറ കടന്നു വരികയാണ്. ഉമർ ഫാറൂഖ് പറഞ്ഞയച്ച ദൂതൻ പേർഷ്യൻ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. ആ രാജകുമാരനെ പറ്റി മുഗീറ പറയുകയാണ്, അല്ലാഹു ഞങ്ങൾക്കിടയിലേക്ക് ഒരു റസൂലിനെ പറഞ്ഞയച്ചു. ആദ്യമൊന്നും ആ റസൂൽ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിച്ചില്ല. ഏകനായ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞു, മദ്യപിക്കരുതേ എന്ന് പറഞ്ഞു, വ്യഭിചാരം അരുതേ എന്ന് പറഞ്ഞു, തന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന ഓമന പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടരുതേ എന്ന് പറഞ്ഞു, സക്കാത്ത് കൊടുക്കണേ എന്ന് പറഞ്ഞു, സത്യമേ പറയാവൂ എന്ന് പറഞ്ഞു, വഞ്ചിക്കരുതേ എന്ന് പറഞ്ഞു, നല്ല ജീവിതം, വെടുപ്പായ പെരുമാറ്റം, ഉന്നതമായ സംസ്കാരം ഈ രാജകുമാരനായ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു. ആദ്യമൊക്കെ ഞങ്ങൾ ആ പ്രവാചകനെ എതിർത്തു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ എതിർത്തു. പിന്നെ അള്ളാഹു ഞങ്ങളെ സത്യം ബോധ്യപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ആ പ്രവാചകന്റെ അനുയായികളായി മാറി. അങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർക്കിടയിൽ നിന്ന്, ഞങ്ങൾ അപരിഷ്കൃതരിൽ നിന്ന് ഒരു സംസ്കാരമുള്ള ഒരു ജനത ഉയരം കൊണ്ടിരിക്കുന്നു. മുഗീറ പ്രസംഗിക്കുകയാണ്. എവിടെയാ പ്രസംഗിക്കുന്നത്? പേർഷ്യൻ കൊട്ടാരത്തിൽ. ഇന്നത്തെ അമേരിക്ക എങ്ങനെയാ? അങ്ങനെയായിരുന്നു അന്ന് പേർഷ്യൻ സാമ്രാജ്യം. പേർഷ്യൻ രാജാവിന്റെ മുഖത്ത് നോക്കിയാണ് ഈ സാധാരണക്കാരൻ ഒരു പരിപരുത്ത തുണിയും കുപ്പായി ഇട്ടിട്ട് അരയലിൽ വാളും തൂക്കി വന്നിട്ട് പ്രസംഗിക്കാണ്. എന്റെ ദീനിന്റെ ആദർശം ഇതാണ്. ആരാണ് ആ പ്രവാചകൻ? ആരാണ് ഞങ്ങളെ ഇതിനണിയിച്ചൊരുക്കിയത്? ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. അതായിരുന്നു സിദ്ദീഖിന്റെയും ഫാറൂഖിന്റെയും മനസ്സിന്റെ സ്ഥിതി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാം ഹസൻ. അഹ്ലു ബൈത്തിന്റെ പരമ്പര. ഹസന് വഴിയും ഹുസൈന് വഴിയും അല്ലാഹു ഈ ലോകത്തെ നിലനിർത്തി. ആ രണ്ടാമരിൽ ഒന്നാമൻ ഹസനൈൻ, ഹസനും ഹുസൈനും. അതിൽ ഹസൻ ഒന്നാമത്തെ ആൾ. ഹസന്റെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുട്ടി കളിക്കാൻ. ഹസനും കുട്ടിയാണ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടികൾക്കിടയിൽ എന്തോ ഒരു കശപിശുണ്ടായി. കശപിശുണ്ടായപ്പോൾ ഫാത്തിമ ബീവിയുടെ മകൻ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മകൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ കുട്ടികളല്ലേ കളിച്ചോ പറഞ്ഞു. കശപിശുണ്ടായപ്പോ എടാ നീയും നിന്റെ വാപ്പിയും എന്റെ പിതാമഹന്റെ ദാസന്മാരല്ലേ എന്ന് പറഞ്ഞു. നീയും നിന്റെ ബാപ്പയും എന്ന് പറഞ്ഞാൽ നീയും നിന്റെ ബാപ്പയായ ഉമറും എന്റെ പിതാമഹന്റെ, എന്റെ ഉമ്മാന്റെ അപ്പാന്റെ ദാസന്മാരല്ലടാ
എന്ന് ചോദിച്ചു. കുട്ടി തമാശക്ക് പറഞ്ഞതാണ്. വിവരം പോയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കണേ. രാജ്യം ഭരിക്കുന്ന ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളും നിങ്ങളുടെ മകനും ദാസന്മാരാണ്, എന്റെ വല്യാപ്പാന്റെ ദാസന്മാരാണ്. എന്റെ ഉമ്മയായ ഫാത്തിമ ബീവിയുടെ ഉപ്പയാണ് ആകാശഭൂമികളുടെ നായകനായ അല്ലാഹുവിന്റെ ദൂതനായ ആകാശഭൂമികൾ പടക്കപ്പെടാൻ കാരണഭൂതരായ മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ يمشي على قدمي محمد زينة دنيا وبهجتها محمد كاشف الأمات والظلم. മുഹമ്മദിയുടെ ദാസന്മാരാണ്. നീ മാത്രല്ല, നിന്റെ വാപ്പയായ സാക്ഷാൽ ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങനെ തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയിട്ട് കംപ്ലൈന്റ് പറഞ്ഞു, ആക്ഷേപം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു കുട്ടികൾക്കിടയിൽ, അത് തീർക്കണം. അലി റളിയല്ലാഹു അൻഹു തന്റെ മകനായ ഹസനെ വിളിക്കുന്നു, ഹസനെ എവിടെ വാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ, നീ ഇങ്ങനെ പറഞ്ഞോ? ആ, ഞാനങ്ങനെ കളിച്ചപ്പോ പറഞ്ഞു, ശരിയാ പറഞ്ഞു പോയിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സാരില്ല, കുട്ടികളല്ലേ എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുട്ടിയെ വിളിച്ചിട്ട്, മോനെ, ഹസനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, കുട്ടിയാ പറഞ്ഞ കാര്യം കടലാസിൽ എഴുതുമെന്ന് ചോദിച്ചു. കുട്ടിയാ പറഞ്ഞ കാര്യം ഒരു കടലാസിൽ എഴുതുമോ? നീയും നിന്റെ ബാപ്പയും എന്റെ പിതാമഹന്റെ ദാസന്മാരാണ്, അതൊരു കടലാസിൽ എഴുതിത്തരുമോ? കടലാസിൽ എഴുതിത്തരുമോ? ആളുകൾ കൂടിയ സദസ്സിൽ വെച്ചിട്ട് രാജ്യം ഭരിക്കുന്ന ഖലീഫ ഈ കൊച്ചുകുട്ടിയോട് ചോദിക്കുകയാണ്, ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു കടലാസിൽ എഴുതി കൊടുത്തു. എന്തിനാണെന്നറിയില്ല, ഖലീഫല്ലേ എഴുതാൻ പറഞ്ഞിരിക്കുന്നു, എഴുതി കൊടുത്തു. എഴുതി കൊടുത്തിട്ട് ആളുകൾ മുഴുവൻ മദീനയിലെ മസ്ജിദിൽ തടിച്ചുകൂടിയ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറയുകയാണ്, ജനങ്ങളെ വരുവിൻ, ജനങ്ങളെ വരുവിൻ, എല്ലാവരും എന്റെ മുമ്പിൽ വന്നിരിക്കുവിൻ. സഹാബത്ത് മുഴുവൻ മസ്ജിദിൽ വന്നിട്ട് കൂടിയിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ പിറകെയുള്ള സംഭവമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കടലാസ് ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിൽ എഴുതിയിട്ടുള്ളത് എന്തെന്നറിയുമോ? നീയും നിന്റെ ബാപ്പയും എന്റെ പിതാമഹന്റെ ദാസന്മാരാണ്. ഇത് എഴുതിയതാണെന്നറിയുമോ? റസൂലിന്റെ മകളുടെ മകനായ ഹസനാണ്. അതുകൊണ്ട് ജനങ്ങളെ, നാളെ ആഖിറത്തിൽ ഈ കടലാസിൽ എഴുതിയതിന് നിങ്ങൾ സാക്ഷി നിൽക്കണേ. ജനങ്ങളെ, ഇങ്ങനെയായിരുന്നു സത്യമെന്ന് നിങ്ങൾ മഹ്ശറയിൽ വിളിച്ചു പറയണേ. ഞാൻ റസൂലുള്ളാഹിന്റെ ദാസനായിരുന്നു, ഞാനൊരു അടിമ മാത്രമായിരുന്നു, ഞാൻ മറ്റൊന്നുമല്ല. ഈ കുഞ്ഞുമോൻ എഴുതിയത് ഇത് വെറും കുട്ടികൾക്കിടയിലെ കളിതമാശക്കിടയിൽ പറഞ്ഞതല്ല. നാളെ എന്നെ വിചാരണക്കായിട്ട് മഹ്ശറയിൽ അല്ലാഹു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്നിട്ട് സാക്ഷി പറയണേ റബ്ബേ, ഈ ഉമർ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ദാസനായിരുന്നു, ഭൃത്യനായിരുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ വേലക്കാരനായിരുന്നു ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നിങ്ങൾ വിധി പറയണേ. എന്തായിരിക്കണം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മനസ്സിൽ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ബഹുമാനം? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? എങ്ങനെയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് കണക്കാക്കിയത്? എൻ്റെ സഹോദരന്മാരെ, നമ്മൾ ശരിക്കും ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് നമുക്ക് ഹബീബായ നബിക്ക് സലാം ചൊല്ലാം. സലാം ഉസ് पर जिसने बेकसों की दस्तगीरी की, सलाम उस पर जिसने बेकसों की दस्तगीरी की, सलाम उस पर जिसने बादशाही में फकीरी की, सलाम उस पर जिसने बेकसों की दस्तगीरी की, सलाम उस पर जिसने बादशाही में फकीरी की, सलाम उस पर के असरारे मोहब्बत जिसने समझाए, सलाम उस पर ने जो असरारे मोहब्बत जिसने समझाए, सलाम उस पर जिसने जख्म खाकर फूल गाए,
सलाम उस पर के जिसने जख्म खाकर फूल रहा है, सलाम उस पर के जिसने बेकसों की दस्तगीरी की। പാവപ്പെട്ടവന്റെ കൈപിടിച്ചുയർത്തിയ നബിയെ അങ്ങേക്ക് സലാം, പാവപ്പെട്ടവന്റെ കൈപിടിച്ചുയർത്തിയോരുടെ മേലിൽ സലാം। സലാം ഉസ് पर के जिसने बादशाही में ഫക്കീരി കി, ഭരിക്കാനും രാജാവാകാനും അവസരം കിട്ടിയപ്പോഴും ഫക്കീറായി ജീവിച്ചതാരോ അവിടുത്തിന്റെ മേൽ ഞങ്ങളുടെ സലാം। ഭരിക്കാൻ അവസരം കിട്ടി, രാജ്യം ഭരിച്ചു, വലിയ വലിയ സാമ്രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്ന രാജാക്കന്മാർ നേടിയതിനേക്കാൾ വലിയ സ്ഥാനം ലഭിച്ചു, എന്നിട്ടും ഫക്കീരിക്ക് ഫക്കീറായിട്ടാണ് ജീവിച്ചതെങ്കിൽ ആ നബിയുടെ മേലിലും എൻ്റെ സലാം। സലാം ഉസ് पर के അസ്റാറെ മുഹബ്ബത്ത് ജിസ്നെ സമझായേ, ആരാണോ മുഹബ്ബത്തിന്റെ രഹസ്യങ്ങൾ, അള്ളാഹുവിനോടുള്ള പ്രേമത്തിന്റെ രഹസ്യങ്ങൾ ആരാണോ വെളിവാക്കി തന്നത് അവർക്കും നമ്മുടെ സലാം। സലാം ഉസ് पर के जिसने जख्म खाकर फूल राहे, ആരാണോ മുറിവുണ്ടായിട്ടും വേദനകൾ അനുഭവിച്ചിട്ടും ഒരുപാട് വേദനകളുടെ മുറിവുകൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടും ആരാണോ പൂവിനെ പോലെ പുഞ്ചിരിച്ചത് അവരുടെ മേൽ സലാം, അവരുടെ മേൽ സലാം। അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്। തായിഫിൽ കല്ലേറ് കിട്ടിയപ്പോഴും പുഞ്ചിരിയാണ്, ഉഹദിൽ പല്ല് താഴെ വീണപ്പോഴും പുഞ്ചിരിയാണ്, ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ ചാർത്തിയപ്പോഴും പുഞ്ചിരിയാണ്, പൊടിമണ്ണ് തലയിൽ വാരി വലിച്ചെറിഞ്ഞപ്പോഴും പുഞ്ചിരിയാണ്, യഹൂദ പെണ്ണ് മുഖത്തേക്ക് തുപ്പല് എറിഞ്ഞ് തുപ്പിയപ്പോഴും പുഞ്ചിരിയാണ്, എതിർപ്പുകൾ ഒന്നൊന്ന് വന്നപ്പോഴും പുഞ്ചിരിയാണ്। അതുകൊണ്ട് സലാം ഉസ് पर के जिसने जख्म खाकर फूल रहा है, ആരാണോ വേദനകൾക്കിടയിലും പൂവിനെ പോലെ പുഞ്ചിരിച്ചത് അവരുടെ മേൽ ഞങ്ങൾക്ക് സലാം। സലാം ഉസ് पर के जिसने खून के प्यासों को बाए दे, ചോരദാഹിച്ചു വന്ന ആളുകൾക്ക് ആ ചോരദാഹത്തിന് പകരം അവരുടെ മനസ്സിനെ നന്നാക്കിയെടുത്തതാരാണോ അവർക്കും ഞങ്ങളുടെ സലാം। സലാം ഉസ് पर के जिसने गालियां खाकर दुआएं दे, सलाम उस पर के जिसमें घर में बांधी थी न सोना था, सलाम जिन सलाम उस पर के जिसके घर में चांदी थी न सोना था, सलाम उस पर के टूटा हुआ जिसका बिछोना था, सलाम उस पर के जिसने बेकसों की दस्तगीरी की, सलाम उस पर के जिसने बादशाही में फकीरी की, सलाम उस पर ने जो जिसने सच्चाई की खातिर दिखा उठा था, सलाम उस पर जो सबका संजोगार औरों को खिलाता था, सलाम उस पर के जिसने झोलियां भराए फकीरों की, सलाम उस पर के मुश्किल खोल दे जिसने अमीरों की, सलाम उस पर के जिसने बेकसों की दस्तगीरी की, सलाम उस पर ने जिसने बादशाही में फकीरी की, सलाम दुरूद उस पर के जिसके जिक्र से सेरी नहीं होती, दुरूद उस पर के जिसके बहार गुलशन आलम जिसे कहिए, दुरूद उस पर जात फख्र बनी आदम जिसे कहिए। അങ്ങേക്ക് ഞങ്ങളുടെ സലാം, ചീത്ത കേട്ടപ്പോഴും പുഞ്ചിരിച്ചോരെ അങ്ങേക്ക് സലാം। ജിസ്നെ ഗാലിയാ ഖാകർ ദുആയേ ദേ, മറ്റുള്ളവർ ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞവന് മാലയിട്ട് കൊടുത്ത നബിയെ അങ്ങേക്ക് സലാം, ആക്ഷേപിച്ചവന് മാലയിട്ട് കൊടുത്തോരെ അങ്ങേക്ക് സലാം। സലാം ഉസ് पर के जिसके घर में चांदी थी न सोना था, सलाम उस पर के जिसके घर में चांदी थी न सोना था, ആരുടെ വീട്ടിലായിരുന്നു ചാന്തി തീ
സ്വർണം വെള്ളിയില്ല, ന സോനാഥ സ്വർണവുമില്ല. ആ നബിയെ അങ്ങേക്ക് ഞങ്ങളുടെ സലാം. ഫാത്തിമ ബീവി ഒരു ദിവസം സ്വർണത്തിന്റെ ഒരു വളയിട്ടത്രേ. നബി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നത് കാണാനുള്ള സന്തോഷത്തിൽ മദീന മുഴുവൻ ആനന്ദത്തിലാണ്, ആനന്ദത്തിൽ ആറാടുകയാണ്. എല്ലാ പൂർണ്ണചന്ദ്രന്മാരെയും അസ്തമിപ്പിച്ചു കളഞ്ഞ പൂർണ്ണമായ പൂർണ്ണചന്ദ്രൻ എന്ന് മദീനക്കാർ പാടി പുകഴ്ത്തിയ നബി തിരുമേനി യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയിൽ ആനന്ദത്തിന്റെ ആഘോഷമാണ്. അതിൽ പങ്കുകൊള്ളാൻ വേണ്ടി ഫാത്തിമ ബീവി ഒരു വളയിട്ടു, ഒരു ചെറിയ സ്വർണത്തിന്റെ വളയിട്ടു. നബി തിരുമേനി ഓടിയെത്തി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. മദീനയുടെ മസ്ജിദിലേക്ക് പോകുന്ന വഴിക്ക് മോളെ ഫാത്തിമ സ്നേഹത്തിന്റെ ആ വിളി മുഴങ്ങി. എവിടെയായാലും പോയി വന്നാൽ ആദ്യം ഫാത്തിമയുടെ മൊഴി കേൾക്കണം, ആദ്യം ഫാത്തിമയെ ഒരു നോക്ക് കാണണം, ഫാത്തിമയെ തലോടണം. എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് വിളിച്ചു പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എടീ മോളെ നീയാണ് ഫാത്തിമ എന്ന് വിളിച്ചു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വീട്ടിൽ മകളെ കാണാൻ ചെന്നപ്പോൾ സന്തോഷത്തോടെ ദിവസങ്ങൾക്ക് ശേഷം മകളെ കാണാനുള്ള ആനന്ദത്തോടെ മകളുടെ നേരെ നോക്കിയപ്പോൾ അതാ മുഖം വാടി, അതാ മുഖം കുനിഞ്ഞുപോയി. ഫാത്തിമ ബീവി ചോദിച്ചു, എന്ത് പറ്റി അങ്ങേക്ക് എന്റെ പിതാവേ? അല്ലാഹുവിന്റെ റസൂലായി വന്ന എന്റെ പിതാവേ, മിറാജിന്റെ രാവിൽ റബ്ബിനെ കണ്ടു വന്ന ബാപ്പാക്ക് മകളാകാൻ ഭാഗ്യമുണ്ടായ ഫാത്തിമ, അള്ളാനെ കണ്ടുവന്ന പിതാവിന്റെ രക്തത്തിൽ ജനിച്ച ഫാത്തിമ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സംഭാഷണം നടത്തിയ മഹാനായകന്റെ മകളായി പിറന്ന ഫാത്തിമ, ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച ശരീരത്തിൽ നിന്ന് ജന്മം കൊണ്ട ഫാത്തിമ. ആ ഫാത്തിമ ചോദിച്ചു, അങ്ങേക്ക് എന്ത് പറ്റി? അങ്ങെന്തേ എന്നെ സന്തോഷത്തോടെ വിളിച്ചിട്ട് പിന്നെ എന്തേ മുഖം വാടിപ്പോയത്? മോളെ നിന്റെ കയ്യിൽ എന്താണ്? മോളെ നിന്റെ കയ്യിൽ എന്താണ്? അതൊരു ചെറിയ വളയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് വരുന്ന സന്തോഷം ആഘോഷിക്കാനാണ് പിതാവേ. മോളെ ഫാത്തിമ, സന്തോഷം ആഖിറത്തിലെ സന്തോഷം മതിയോ അതോ ദുനിയാവിലെ സന്തോഷമാണോ ഫാത്തിമ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ആഘോഷമാണോ അവിടുത്തെ സന്തോഷമാണോ വലുത് ഫാത്തിമ? അതുകൊണ്ട് ഊരിക്കളയടി ഫാത്തിമ. എന്റെ മകളായിരിക്കാൻ ഭാഗ്യമുണ്ടായത് നീ ജീവിതത്തിൽ അഭിമാനത്തോടെ കൊണ്ടാടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഊരടി മോളെ ഫാത്തിമ എന്ന് വിളിച്ചു പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം. സലാം ഉസ് पर के जिसके घर में न चांदी थी न सोना था. ഏതൊരാളുടെ വീട്ടിലാണോ സ്വർണവുമില്ല വെള്ളിയുമില്ലാത്തത് ആ നായകന്റെ മേൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സലാം ഉസ് पर के जिसके टूटा बोरिया जिसका बिछोना था. കീറിപ്പറിഞ്ഞ ഈത്തപ്പനയോലയിൽ ആരാണോ രാത്രി കിടന്നുറങ്ങിയത് ആ അങ്ങയുടെ പേരിൽ സലാം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അത് കണ്ടിട്ട് ഫാറൂഖ് വരണം. ഒരു ദിവസം രാവിലെ ഫാറൂഖ് കടന്നു വന്നപ്പോൾ നബിയെ കാണാനുള്ള സന്തോഷത്തോടെ ഓടിയണഞ്ഞപ്പോൾ പെട്ടെന്ന് ഫാറൂഖിന്റെ കണ്ണിൽ പെട്ടത് അവിടുത്തെ പുണ്യമേനിയിലെ ആ പരിപരിത്ത ഈത്തപ്പനയോലയുടെ പാടുകളാണ്. ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച ഉമറിന് കണ്ണീര് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആരുടെ മുമ്പിലും പതറാത്ത ഉമറിന് പതറാതിരിക്കാനായില്ല. ഗദ്ഗദ കണ്ഠനായി അടുപ്പത്ത് വെച്ച പാത്രത്തിലെ വെള്ളം തിളക്കുന്ന പോലെ പൊട്ടിക്കരഞ്ഞ ഉമറിനോട് റസൂല് ചോദിച്ചു, ഉമറേ എന്തു പറ്റി ഇത്ര വലിയ സങ്കടത്തിന്? ഉമർ പറഞ്ഞു, കൈസറും കിസ്റയുടെ പട്ടിന്റെ കൊട്ടാരത്തിൽ നിദ്ര കൊള്ളുന്നു നബിയെ. നിങ്ങൾക്ക് ഈത്തപ്പനയിലെ ഓലയിൽ ഉറങ്ങാനാണല്ലോ വിധി. അങ്ങ് അവരെക്കാൾ മഹാനല്ല നബിയെ. കിസ്റയുടെ കൈസറിന്റെ കൊട്ടാരങ്ങളിൽ അവർ നിദ്ര കൊള്ളുന്നു. പേർഷ്യൻ രാജാവ് അങ്ങനെ തന്നെയാണ്, റോമൻ രാജാവ്. അങ്ങെന്തുകൊണ്ട് നബിയെ ഇതിൽ നിദ്ര കൊള്ളുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപരിത്ത ഈത്തപ്പനയോലയുടെ പാടുകൾ ചുവന്നു തുടുത്ത ശരീരത്തിൽ വീണ പാടുകളിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ കാർമേഘത്തിനിടയിലൂടെ വെയിലറിച്ചുവെത്രേ, മഴക്കടയിലൂടെ സൂര്യൻ നോക്കിയത്രേ, ദുഃഖത്തിനിടയിലൂടെ സന്തോഷത്തിന്റെ ഇളങ്കാറ്റ് പാഞ്ഞു വന്നത്രേ, മന്ദമാരുതൻ പൂന്തോപ്പിനെ തലോടിയത്രേ.
മഴക്കടയിലൂടെ സൂര്യൻ നോക്കിയത്രേ, ദുഃഖത്തിനിടയിലൂടെ സന്തോഷത്തിന്റെ ഇളങ്കാറ്റ് പാഞ്ഞു വന്നത്രേ, മന്ദമാരുതൻ പൂന്തോപ്പിനെ തലോടിയത്രേ, ഹൃദയങ്ങൾക്ക് കുളിരായത്രേ, ഉമറിന്റെ കണ്ണീര് അടങ്ങിപ്പോയത്രേ. ഉമറെ ആ ചുമലിൽ പിടിച്ചുകൊണ്ട് നായകൻ പറയുകയാണ്, കിസ്റക്കും കൈസർക്കും പട്ടുമെത്ത ദുനിയാവില് മാത്രമാണ്, അവർക്ക് ആഖിറത്തിലൊന്നുമില്ല ഉമറെ, ആഖിറത്തിലെ ഭാഗ്യം എനിക്കുള്ളതാണ് ഉമറെ, അവിടെ മെത്ത എനിക്കാണ് ഉമറെ, അവിടെ സ്വർണം എനിക്കാണ് ഉമറെ, അവിടെ പട്ടന്റെതാണ് ഉമറെ, അത് കണ്ടാൽ നിന്റെ കണ്ണീരടങ്ങുമോ ഉമറേ എന്ന് ചോദിക്കേണ്ട താമസം ഫാറൂഖിന്റെ കണ്ണുകൾ കരഞ്ഞുപോയി. അത് സന്തോഷത്തിന്റെ കണ്ണുനീര്, അത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, അത് ആനന്ദത്തിന്റെ കണ്ണുനീര് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആ പൂർണ്ണചന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കീറിപ്പറഞ്ഞ പായയിൽ കിടന്നോരെ സലാം കവി പാടുക അങ്ങേക്ക് സലാം, സലാം ഉസ് पर जिसने जो भूखा रह के औरों को खिलाता था. സ്വയം വിശന്നുകൊണ്ട് മറ്റുള്ളവരെ തീറ്റിപ്പിച്ചതാരോ അവർക്ക് സലാം. സലാം ഉസ് पर जिसने झोलियां भर दे फकीरों की, പാവങ്ങളുടെ മടിശീല നിറച്ചു കൊടുത്തോരെ അങ്ങേക്ക് സലാം. सलाम उस पर के जिसके मुश्किल खोल दे जिसने अमीरों की, പണക്കാരന്റെ ഖജനാവുകൾ പാവങ്ങൾക്ക് തുറന്നു കൊടുത്തോരെ അങ്ങേക്ക് സലാം. പണക്കാരൻ കൂട്ടു ശേഖരിച്ചു വെച്ച പണത്തിന്റെ ശേഖരങ്ങൾ, സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ ഭൂമിയുടെ അവകാശികൾക്ക് വേണ്ടി, പാവങ്ങളായ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുത്തോരെ സലാം. കവി അവസാനിപ്പിക്കുകയാണ്, സലാം കൊണ്ട് തുടങ്ങിയ കവി സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദുറൂദുസ് के जिसके बज़्म में किस्मत नहीं सोती, जिसके बज़्म में किस्मत नहीं सोती. ആരുടെ സഭയിലാണോ ഭാഗ്യം ഉറങ്ങാത്തത് അവരുടെ സഭയുടെ നായകനും സലാം. എന്താണ് പറഞ്ഞത്? ആരുടെ സഭയിലാണോ ഭാഗ്യം ഉറങ്ങാത്തത്, നബിയുടെ സഭയിൽ ആരുറങ്ങിയാലും സൗഭാഗ്യത്തിന് ഉറക്കല്ല. 24 മണിക്കൂറും ഭാഗ്യം ഭാഗ്യം ഭാഗ്യം. അവിടെ കടന്നു വന്നവർക്കൊക്കെ ഭാഗ്യം. എന്തു ഉറങ്ങിയാലും അവിടെ ഭാഗ്യം ഉറങ്ങൂല. കവി വാഴ്ത്തപ്പെടട്ടെ. നല്ല നല്ല കവിതകൾ എഴുതുകയും നല്ല നല്ല വാക്കുകൾ പറയുകയും ചെയ്തവർ വാഴ്ത്തപ്പെടട്ടെ. ഈ ഒരൊറ്റ വാക്ക് എത്ര വലിയ സത്യമാണ് നമ്മോട് പറയുന്നത്. सलाम उस जुरूद उस पर के जिसके बज़्म में किस्मत नहीं सोती. ഭാഗ്യം ഉറങ്ങാത്ത സഭയേത്? ആ സഭയുടെ നായകന്റെ മേൽ സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ പ്രവാചകനെ. ദുറൂദ് ഉസ് पर के जिसके जिक्र से सीरी नहीं होती. ആരെക്കുറിച്ച് പറഞ്ഞാലാണോ മടുപ്പുണ്ടാകാത്തത് അവർക്ക് സലാം. എത്ര എത്ര റമദാനുകൾ വരട്ടെ, എത്ര എത്ര സദസ്സുകൾ ഉണ്ടാകട്ടെ, ആരൊക്കെ തടിച്ചു കൂടട്ടെ, ഖിയാമത്ത് നാൾ വരെ ഉറവയറ്റാത്ത ഒരു വിഷയം ആകാശത്തിന് താഴെയുണ്ടെങ്കിൽ പ്രസംഗിക്കുന്നവർക്ക് എന്നെന്നും പ്രസംഗിക്കാൻ, പറയുന്നവർക്ക് എന്നെന്നും പറയാൻ, കേൾക്കുന്നവർക്ക് കേട്ടാലും കേട്ടാലും മതി വരാതെ കേൾക്കാൻ, മടുപ്പ് വരാതെ കേൾക്കാൻ ആകാശത്തിന്റെ താഴെ ഒരു വിഷയമേ ഉള്ളൂ. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു. അതിന് മാത്രം മടുപ്പില്ല. സിദ്ദീഖിന്റെ, ഫാറൂഖിന്റെ, ഉസ്മാന്റെ നായകനെ കുറിച്ച് പറയുമ്പോൾ മാത്രം മടുപ്പില്ല. അതുകൊണ്ട് ആരെ കുറിച്ച് പറയുന്നത് മടുപ്പില്ലാതെ കേൾക്കാൻ കഴിയുമോ അവരുടെ മേൽ സലാം. ദുറൂദ് ഉസ് पर के बहारे गुलशने आलम जिसे कहिए. ലോകത്തിന്റെ പൂന്തോട്ടം എന്ന് ആരെ കുറിച്ചാണ് പറയേണ്ടത്? ആ പൂന്തോട്ടത്തിനും സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ദറൂദ് ഉസ് पर उस ज़ात फख्र बनी आदम जिसे कहिए. ആരാണോ മനുഷ്യ മക്കളുടെ അഭിമാനം എന്ന് പറയേണ്ടത് അവരുടെ മേലും സലാം. സലാം ഉസ് पर के जिसने बेकसों की दस्तगीरी की. सलाम उस पर ने जिसने बादशाही में फकीरी की. ആരാണോ പാവപ്പെട്ടവന്റെ കൈപിടിച്ചുയർത്തിയത്? ആരാണോ ഈ സാധുക്കൾക്കിടയിൽ രാജാവായപ്പോഴും ഫക്കീറായത്? അവരുടെ മേൽ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒറ്റൊന്നും നഷ്ടപ്പെടാതെ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ മേൽ ഒരു വട്ടം ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 വട്ടം സ്വലാത്ത് ചൊല്ലും. സ്വല്ലല്ലാഹു അലൈഹി അശറ. അല്ലാഹു അവന്റെ മേൽ 10 വട്ടം സ്വലാത്ത് ചൊല്ലും.
ആരാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് അവർക്കാണ് നാളെ എന്റെ ശഫാഅത്തിന് ഏറ്റവും കൂടുതൽ യോഗ്യത. ഞാൻ അവർക്ക് വേണ്ടി ഏറ്റവും പെട്ടെന്ന് ശഫാഅത്ത് ചെയ്യും. എന്റെ പേര് കേട്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്നവൻ പിശുക്കനാണ്. സ്വലാത്ത് ചൊല്ലാൻ ചുണ്ടനങ്ങാത്തവൻ പിശുക്കനാണ്. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കുന്നവന്റെ നേരെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ. ഇന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ ചൊല്ലിയിട്ടുണ്ട്. എന്റെ പേരിൽ ആരെങ്കിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സമയത്ത് തന്നെ ഞാനത് കേൾക്കും. സഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് കേൾക്കുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലുന്ന ഓരോ സ്വലാത്തും എന്റെ ഖബറിൽ എനിക്ക് എത്തിച്ചു തരാൻ അല്ലാഹു മലക്കിനെ നിയമിച്ചു കൊടുത്തിരിക്കുകയാണ്. സർഹിന്ദ് നഗറിലെ മൗലാന അബ്ദുൽ ഹമീദ് മൗലവി നഗറിലെ ഈ റമദാൻ പ്രഭാഷണത്തിൽ എത്ര മലക്കുകൾ കാവൽ നിൽക്കണം സലാത്ത് എത്തിച്ചു കൊടുക്കാൻ. മദീനയുടെ റൗദയിലേക്ക് ഇന്ന് സലാത്തിന്റെ പ്രവാഹമല്ലയോ ഇത് എത്തിച്ചു കൊടുക്കാൻ മലായികത്ത് ക്യൂ നിൽക്കണം. നിങ്ങൾ ഒരാൾ എനിക്ക് വേണ്ടി ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ ആ ഒരു വട്ടത്തെ സ്വലാത്ത് എന്റെ ഖബറിലേക്ക് എത്തിച്ചു തരാൻ ഒരു മലക്കിനെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു. ഒരു മലക്ക് ഉടൻ തന്നെ എന്റെ അടുത്ത് വരും. ആ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരും. ഇന്നയാളാണ് സ്വലാത്ത് ചൊല്ലിയതെന്ന് എന്നെ അറിയിക്കുമെന്ന്. മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ. ലോകത്തിന്റെ കടാവളക്ക് സ്വപ്നം കാണുന്നവർക്ക് ഏറ്റവും നല്ല സ്വപ്നം. ഗാനമായി തഴുകി വന്ന നബി, രാഗമായി ഒഴുകി വന്ന നബി, സ്വപ്നമായി മിന്നി മറഞ്ഞ നബി, മിന്നൽ പടർ പോലെ ജ്വലിച്ചു പോയ നബി, മഴവില്ല് പോലെ വിവിധ വർണ്ണങ്ങൾ കാട്ടിയ നബി, മാരുതനെ പോലെ തലോടിയ നബി, നിലാവിനെ പോലെ കുളിര് നൽകിയ നബി, ഭൂമിയെ പോലെ ക്ഷമിച്ച നബി, ആകാശത്തെ പോലെ പരന്നു നിന്ന നബി, തണൽ മരം പോലെ തണൽ നൽകിയ നബി, മുല്ലപ്പൂ പോലെ സുഗന്ധം തന്ന നബി, സുഗന്ധമായി വന്ന് സുഗന്ധമായി ലോകത്തോട് വിട പറഞ്ഞ നബി. സിദ്ദീഖ് തന്നെ പറയട്ടെ, ആയിഷ ബീവിയുടെ വീട്ടിൽ വഫാത്തായിട്ട് കിടക്കുകയാണ്. ആളുകൾ പലരും കടന്നു പോണേ, ആളുകൾ വന്നു പോണേ. വഫാത്തായ വാർത്ത വിശ്വസിക്കാൻ സഹാബത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു പെരും വീരശൂര പരാക്രമി വീടിന്റെ പുറത്തതാ വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് വഫാത്തായി എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഈ വാൾ കൊണ്ട് ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറയുന്നത് മറ്റാരുമല്ല, വലങ്കയ്യായ ഉമർ ഇബ്നുൽ ഖത്താബാണ്. വഫാത്തായിട്ട് ശരീരം അകത്ത് കിടക്കുകയാണ്. ശരീരം വഫാത്തായി. ആ ശരീരം ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞു. പുണ്യ റസൂലിന്റെ തടി മറഞ്ഞു. എല്ലാവരും വഫാത്തിന്റെ വേളയിൽ ആ വീട്ടിൽ പോയി മടങ്ങി വരുമ്പോഴും വഫാത്തായി എന്ന വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ ഷോക്കേറ്റ പോലെ ഉമർ പ്രസംഗിക്കുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ കൺമണിയായ മുഹമ്മദുർ റസൂലുള്ളാഹ് വഫാത്തായി എന്ന് പറയുന്നവനെ എനിക്കൊന്ന് കാണണം. അവനെ വെട്ടാനുള്ള വാളിതാണ്. അവന്റെ തലയെടുത്തിട്ടേ ഉമർ മറ്റു പണിക്കൊരുങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് നടന്നു വരികയാണ്. സിദ്ദീഖും ഫാറൂഖും വർത്തമാനകാല ദർപ്പണത്തിൽ രണ്ടാളും കൂടി ഒന്നിച്ച് മേളിക്കട്ടെ. സിദ്ദീഖ് കടന്നു വരികയാണ്. ഉമറിന്റെ പ്രസംഗം കണ്ടുകൊണ്ടാണ് കടന്നു വരുന്നത്. പക്ഷെ അത് ലേശം വകവെക്കാതെ നേരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഏത് വീട്? മകളുടെ വീട്, ആയിഷാന്റെ വീട്. മകളുടെ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് കിടക്കുന്നത്. വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ടതാ ആ പുണ്യമാക്കപ്പെട്ട ശരീരത്തിന്റെ രണ്ട് ചുമലുകളും പിടിക്കുകയാണ് സിദ്ദീഖ്. വഫാത്തായി കിടക്കുന്ന ലോകനായകന്റെ രണ്ട് ചുമലുകളും കൈപിടിച്ചമർത്തുകയാണ് സിദ്ദീഖ്. എന്നിട്ട് സിദ്ദീഖ് കുനിയുകയാണ്. സഹാബികൾ ഉറ്റുനോക്കി. സിദ്ദീഖ് കുനിഞ്ഞിട്ട് ആ മുഖത്ത് മുത്തം വെക്കുകയാണ്. വഫാത്തായി കിടക്കുന്ന പുണ്യതടിയിൽ മുത്തം വെച്ചുകൊണ്ട് സിദ്ദീഖ് പറയുകയാണ്, ഓ വല്ലാത്ത സുഗന്ധം, ജീവിച്ചപ്പോഴും സുഗന്ധം, വഫാത്തായപ്പോഴും സുഗന്ധം. അതും പറഞ്ഞ് സിദ്ദീഖ് തിരിച്ചു പോവുകയാണ്. രണ്ടാളെ ക്യാരക്ടർ നോക്കണം. ഈ രണ്ടും അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയെടുത്തതാണ്. ഒരാൾ പുറത്ത് വാളെടുത്തിട്ട് പ്രസംഗിക്കണം, കൊല്ലു ഞാൻ, റസൂൽ വഫാത്തായി എന്ന് പറയുന്നവനെ ഈ വാൾ കൊണ്ട് ഞാൻ തട്ടും. ആ ഫാറൂഖിനെ വളർത്തിയതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഹൃദയം. സിദ്ദീഖോ വല്ലാത്ത സുഗന്ധം. അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധം. വാ നബിയാ വാ സഫിയാ വാ ഖലീലാ, വാ നബിയാ നബിയേ, വാ സഫിയാ സഫിയേ, വാ ഖലീലാ കൂട്ടാളിയേ. സിദ്ദീഖ് ആ ചലനമറ്റ് കിടക്കുന്ന പുണ്യമാക്കപ്പെട്ട തടിയുടെ അടുത്ത് നിന്നുകൊണ്ട് സിദ്ദീഖ് വിളിച്ചു പറയുകയാണ്, വാ നബിയാ വാ സഫിയാ വാ ഖലീലാ. ഈ വിഷയത്തിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം ചർച്ച മാറ്റി വെക്കാം. സിദ്ദീഖിന്റെയും ഫാറൂഖിന്റെയും സ്വഭാവങ്ങൾ ഏറ്റുമുട്ടിയ സമയമാണത്. അത് രണ്ടും തമ്മിൽ മാറ്റടിച്ചു വെക്കണം. ഒരു ഭാഗത്ത് വഫാത്ത് അംഗീകരിച്ചു എന്ന് മാത്രമല്ല,
ഉടനെ ആയിഷ ബീവിയോട് പറയാണ്, മോളെ റസൂലുള്ളാഹിന്റെ എല്ലാ അന്തിമ കർമ്മങ്ങൾക്കും ഏർപ്പാട് ചെയ്യണം. അത് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴും പ്രസംഗം പഠിക്കാണ്, ഞാൻ കൊല്ലും എന്റെ റസൂൽ, എന്റെ പ്രിയപ്പെട്ട മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറയുന്നവനെ ഞാൻ ഈ വാളുകൊണ്ട് തട്ടിക്കളയും. അത് കണ്ടുകൊണ്ട് സിദ്ദീഖ് തിരിച്ചു വരികയാണ്. ഇവിടെയാണ് സിദ്ദീഖിന്റെയും ഫാറൂഖിന്റെയും സ്വഭാവങ്ങൾ ഏറ്റുമുട്ടുന്നത്. ആ രണ്ട് സ്വഭാവങ്ങളെയും വളർത്തിയെടുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം അതായിരുന്നു സഹാബത്ത്. ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണ്, ഓരോരുത്തരും ഓരോ സ്വഭാവം. ഈ സദസ്സിലിരിക്കുന്ന സഹോദരന്മാരോട് ഞാനൊരു അപേക്ഷ പറയാം. ജീവിതത്തിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? ഓരോരുത്തരും തീരുമാനിക്കുക. ഒരു സഹാബിയെ കുറിച്ച് ഞാൻ പഠിക്കുന്നു, ഒരു സഹാബിയെ കുറിച്ച്. മരിച്ചു പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സഹാബിയെ കുറിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കും, ഞാൻ പ്രത്യേകമായ പഠനത്തിൽ വൈദഗ്ധ്യം നേടും എന്നിവിടെ കൂടിയ ഓരോ സഹോദരനും ഓരോ മുഅ്മിനും പ്രതിജ്ഞ ചെയ്താൽ ജീവിതത്തിൽ അത് വലിയൊരു സൗഭാഗ്യമായിരിക്കും. ഒരാൾ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കട്ടെ, റളിയല്ലാഹു തആല അൻഹു. ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് പഠിക്കട്ടെ, റളിയല്ലാഹു അൻഹു. ഒരാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. മറ്റൊരാൾ അബൂ ഉബൈദയെ കുറിച്ച് പഠിക്കട്ടെ, റളിയല്ലാഹു അൻഹു. ഒരാൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഒരാൾ സഅദ് റളിയല്ലാഹു അൻഹു, ഒരാൾ സഈദ് റളിയല്ലാഹു അൻഹു, തൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, മുസ്അബ് റളിയല്ലാഹു അൻഹു. ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണ്, ഓരോ സ്വഭാവം. ആ ഓരോ സ്വഭാവങ്ങളെ പഠിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. അപ്പൊ മനസ്സിലാകും, സ്വഹാബി കന്നുജൂം, എന്റെ സഹാബികളെ നക്ഷത്രങ്ങളെ പോലെയാണ്. അതിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് മാർഗദർശനമുണ്ട്, ആരെ പിൻപറ്റിയാലും ശരിയായ റൂട്ടിലെത്തും. എല്ലാ കവാടങ്ങളും ചെല്ലുന്നത് കൊട്ടാരത്തിലേക്കാണ്. കൊട്ടാരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഹാബത്തിലെ ചരിത്രകാരന്മാർ പോലും അംഗീകരിച്ചില്ലേ, പകല് കുതിരപ്പുറത്തേറിയവർ, അശ്വാരൂഢന്മാർ, രാത്രിയോ സന്യാസിമാർ. അതായിരുന്നു സഹാബികളുടെ സ്വഭാവം എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു. രാത്രി സന്യാസി എന്ന് പറഞ്ഞാൽ ഇബാദത്ത്, സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസിയുടെ വലിയ പണി എന്താണ്? ആരാധന. ഒറ്റയ്ക്കിരിക്ക, ഒഴിഞ്ഞിരിക്ക, മോളിലിരിക്ക, പ്രാർത്ഥിക്ക, കേട്ടിച്ച് മടങ്ങ. അപ്പൊ കണ്ടാത്തൊന്നും കുടുംബമില്ല, ദുനിയാവില്ല. പക്ഷെ അത് രാത്രി മാത്രമാണ്. പകലോ എല്ലാ ഏർപ്പാടിലുണ്ട്, ലോകത്തുണ്ട്, യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്, വീടുണ്ട്, കുടുംബമുണ്ട്, എല്ലാ വിഷയത്തിലും പങ്കുവഹിക്കുന്നുണ്ട്. സമുദായത്തിന്റെ, രാജ്യത്തിന്റെ പൊതുകാര്യങ്ങളിലൊക്കെ പങ്കുവഹിക്കുന്നുണ്ട്. പകൽ അശ്വാരൂഢന്മാർ, രാത്രി സന്യാസിമാർ. അതായിരുന്നു മുഹമ്മദിന്റെ സഹാബികൾ റളിയല്ലാഹു തആല അൻഹും എന്ന് മഹാന്മാരായ ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നു. ഇംഗ്ലീഷുകാർക്ക് വരെ അത് എഴുതി വെക്കാതിരിക്കാൻ സാധിക്കില്ല. എഡ്വേർഡ് ഗിബ്ബൺ എന്ന് പറയുന്ന ചരിത്രകാരൻ പറഞ്ഞു, ആദ്യത്തെ 4 ഖലീഫമാർ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും വിശുദ്ധമായ മാതൃകകളാണ്. എഡ്വേർഡ് ഗിബ്ബൺ തന്റെ വിശ്വപ്രശസ്തമായ ചരിത്ര പുസ്തകത്തിൽ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രശസ്ത ചരിത്രകാരനായ ഫിലിപ്പ് കെ ഹിറ്റി എഴുതിയത് ഓർക്കുക. മുർത്തദ്ദുകളെ നേരിടുകയും അറേബ്യയെ ഇസ്ലാമിന്റെ കൊടിക്ക് കീഴെ കൊണ്ടുവരികയും ചെയ്ത അബൂബക്കർ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് ഫിലിപ്പ് കെ ഹിറ്റി അറബികളുടെ ചരിത്രത്തിൽ, ലോക ചരിത്ര രചനയിൽ മുന്തി നിൽക്കുന്ന, കോളേജിൽ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പശ്ചിമേഷ്യയുടെ ചരിത്രം പഠിക്കാൻ ആധികാരിക ടെക്സ്റ്റ് ബുക്കായി റെഫർ ചെയ്യുന്ന പുസ്തകം പ്രൊഫസർ ഹിറ്റിയുടെ പുസ്തകം. പ്രൊഫസർ ഹിറ്റി പറയുന്നു, നബി തിരുമേനിയുടെ ഈ അനുയായി ഏറ്റവും ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ആദ്യത്തെ 6 കൊല്ലം തലസ്ഥാനമായ മദീനയിലേക്ക് തന്റെ ഗ്രാമത്തിലെ ഒരു കൊച്ചു കുടിലിൽ നിന്ന് അബൂബക്കർ കാൽനടയായിട്ട് നടന്നു വരാറായിരുന്നുവെന്ന് ഫിലിപ്പ് കെ ഹിറ്റി തുടർന്ന് പറയുന്നു. ആദ്യത്തെ 6 കൊല്ലമല്ല, ആദ്യത്തെ 6 മാസം, ഖലീഫയായ ആദ്യത്തെ 6 മാസം ഭരണം നിർവഹിക്കാൻ തലസ്ഥാന നഗരമായ മദീനയിലേക്ക് നടന്നു വരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സർ വില്യം മൂർ പ്രശസ്തനായ ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ദി ആനൽസ് ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ലളിതമായ ജീവിതത്തിന്റെ ലാളിത്യമായിരുന്നു അബൂബക്കറിന്റെയും ജീവിതം. അബൂബക്കറിന് സേവകരില്ലായിരുന്നു, കാവൽക്കാരില്ലായിരുന്നു, ഭരണാധികാരത്തിന്റെ യാതൊരു ഗാംഭീര്യവുമില്ലായിരുന്നു. ആരാ പറയണത്? സർ വില്യം മൂർ. ഞാൻ മുസ്ലിങ്ങളല്ലാത്ത ചരിത്രകാരന്മാരെ ഇവിടെ ഉദ്ധരിക്കുന്നത്, മുസ്ലിങ്ങളല്ലാത്ത ലോക ചരിത്രകാരന്മാരും ഇവരുടെ എല്ലാവരുടെയും മഹത്വം അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം അടിവരയിട്ട് പറയാൻ വേണ്ടി മാത്രമാണ്. ഇവർ ചരിത്രത്തിന്റെ തണലിൽ ജീവിച്ചവരും ചരിത്രകാരന്മാരുടെ പഠനങ്ങൾക്ക് വിധേയരായവരുമാണ്. ജസ്റ്റിസ് അമീർ അലി, മുസ്ലിം തന്നെയായ ഒരു ചരിത്രകാരൻ, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി സാരസൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നു,
ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് മുസ്ലിമീങ്ങളുടെ രാഷ്ട്രീയ സ്ഥിതി ഒരു ജനകീയ ഭരണകൂടത്തിന്റെ സ്ഥിതിയായിരുന്നു. അതിന്റെ തലപ്പത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഖലീഫയുണ്ടായിരുന്നു. അധികാരം പരിമിതമായിരുന്നു. നിയമം ധനികനും ദരിദ്രനും ഭരിക്കുന്നവനും തൊഴിലാളിക്കും സമമായിരുന്നു എന്ന് അമീർ അലി പറയുന്നു. ഇതാണ് സഹാബാക്കളുടെ സ്ഥിതി. ഈ സഹാബാക്കളുടെ കുടുംബത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം, അബൂബക്കർ സഹാബിയാണ്, അബൂബക്കറിന്റെ ബാപ്പ സഹാബിയാണ് റളിയല്ലാഹു അൻഹു, അബൂബക്കറിന്റെ മകൻ സഹാബിയാണ്, മകന്റെ മകനും സഹാബിയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അബൂ ഖുഹാഫ സഹാബിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുള്ള സഹാബിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകനായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ, മൂത്ത മകനായ അബ്ദുറഹ്മാന്റെ മകൻ സഹാബിയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബി, ബാപ്പ സഹാബി, സ്വയം തന്നെ സഹാബി, ബാപ്പ സഹാബി, മകൻ സഹാബി, മകന്റെ മകൻ സഹാബി. 4 സഹാബ് തലമുറയിലാണ് അബൂബക്കർ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചത്. സഹാബാക്കളുടെ മഹത്വം അതാണ്. ഈ സഹാബികളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു പോകും, കഭി ഏകാശ് വഹസറാത്ത് ബി ഖാബോ മേ ആ ജായേ. സ്വപ്നത്തിലെങ്ങാനും ഈ സഹാബത്ത് വന്നണഞ്ഞിരുന്നെങ്കിൽ, കിനാവ് കണ്ടിരുന്നെങ്കിൽ ഇവരെ കവി മോഹിച്ച പോലെ നമ്മളും മോഹിച്ചു വന്നിരിക്കും. പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ അവകാശികൾ, അവരെ കുറിച്ചുള്ള കഥകളിൽ ലയിച്ചു ചേരട്ടെ. മെരാ മഖ്സദ് യഹാ ജാനതാർ നബി സേ രഹേ സാബിത് ഖദം ഈമാൻ പർ ജോ സഹ്കെ ഈസായേ. ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് നബിയുടെ കൂടെ ഉറച്ചു നിന്ന സഹാബികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരെന്റെ സ്വപ്നത്തിൽ വന്നണിഞ്ഞിരുന്നെങ്കിൽ സർഫഹറസ്ത് അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ ഹൈദർ ഹേ കെ ജിൻകി അസ്മത് തഖ്വാ കി അഹ്ല ദിൽ ഖസം ഖായേ. അതിന്റെ തലപ്പത്ത് അബൂബക്കറാണ്, ഉമറാണ്, ഉസ്മാനാണ്, അലിയാണ്. സഹാബികളുടെ തലപ്പത്ത് ഈ സഹാബികൾ എന്റെ മുമ്പിലേക്ക് വന്നണഞ്ഞിരുന്നെങ്കിൽ സുബൈറോ സഅദോ തൽഹ ഇബ്നു ഔഫ് ഉബൈദ ബി, സുബൈറോ സഅദോ തൽഹ ഔഫ് ഉബൈദ ബി, സഈദ് ബാ വഫാ के साथ मुमकिन हो तो आ जाए, मुमकिन हो तो आ जाए. സാധിക്കുമെങ്കിൽ ഞാൻ ഇവരോട് കൂടെയായിരുന്നെങ്കിൽ സുബൈറിന്റെ കൂടെ, സഅദിന്റെ കൂടെ, തൽഹയുടെ കൂടെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കൂടെ, അബൂ ഉബൈദത്തുൽ ജറാഹിന്റെ കൂടെ, അബൂബക്കർ ബിൻ അബി ഖുഹാഫയുടെ കൂടെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കൂടെ, അലി ഇബ്നു അബി താലിബിന്റെ കൂടെ, സഈദിന്റെ കൂടെ, റിദ്വാനുല്ലാഹി തആല അലാ കുല്ലി വാഹിദിൻ മിന്നും അജ്മഈൻ. नबी ने दे दी इंदस को जन्नत की खुशखबरी, हम इन अस्हाब के जुमला मनाकिब कैसे ഗുണവായേ. നബി സ്വർഗ്ഗം വാഗ്ദാനം നൽകിയ ഈ 10 പേരുടെ ഗുണങ്ങൾ നമ്മൾ എങ്ങനെ എണ്ണി പറയാൻ? ഒറ്റ ഇരിപ്പിലിരുന്നിട്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞവരാണ്. 10 സ്വർഗ്ഗാവകാശികളായ സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് നൽകപ്പെട്ട സഹാബികൾ, 4 ഖുലഫാക്കളും ബാക്കിയുള്ള 6 പേരും. തസവ്വുർ ദേഖ്താ ഹൈ അബ് ഭീ ഉൻകോ शहर तय्यबा में नबी के पीछे पीछे ओ कभी दाएं कभी बाएं. അവരെ ഇന്നും നമ്മൾ കാണുകയാണ് ഉൾക്കണ്ടുകൊണ്ട്. ഷഹറെ തയ്യിബാമേ, വിശുദ്ധ നഗരമായ മദീനയിൽ അവരെ കാണുന്നു. റസൂൽ മധ്യത്തിൽ, ഒരാൾ വലത്ത്, ഒരാൾ ഇടത്ത്, ഒരാൾ പിന്നിൽ, അങ്ങനെ ഈ 10 പേര് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. നബി കെ ചാഹ്നെ വാലോं पे लाजिम है बहर सूरत, अकीदत के गहरान सब सहाबा पर भी बरसाए. സഹാബികൾ നബിയിൽ വിശ്വസിക്കുന്നവർക്ക് സഹാബികൾ വിശ്വസിക്കലും സഹാബികളെ സ്നേഹിക്കലും ഫറളാണ്. നബിയെ സ്നേഹിക്കുന്നവർ സഹാബത്തിനെയും സ്നേഹിക്കുമാറാകട്ടെ എന്ന് കവി പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ നമ്മൾ ഓർത്തു. ഒരിക്കലും ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. ഒരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടി, ഒരു പ്രത്യേക കാര്യം നിവർത്തിച്ച് കിട്ടുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ സ്ത്രീ വന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരിക്കൽ വരാൻ പറഞ്ഞു, മറ്റൊരിക്കൽ വരൂന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യം ചർച്ച ചെയ്യാം, അതേക്കുറിച്ച് വേണ്ട തീരുമാനമെടുക്കാമെന്ന്.
ഈ പെണ്ണ് ഉടനെ തന്നെ ചോദിച്ചു, മറ്റൊരിക്കൽ വരുമ്പോ നിങ്ങളില്ലെങ്കിലോ? അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ രണ്ടാമത്തെ തവണ വരുമ്പോ നിങ്ങളില്ലെങ്കിലോ? ഉടൻ തന്നെ വന്നു ആ പുണ്യമാക്കപ്പെട്ട നാവിൽ നിന്ന് മറുപടി, എങ്കിൽ അബൂബക്കറിനെ സമീപിക്കുക. നബി തിരുമേനിക്ക് ശേഷം ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ ആകണമെന്നതിന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഒരുപാട് തെളിവുകൾ എടുത്തു ഉദ്ധരിക്കാൻ സാധിക്കും. ഈ വിഷയത്തിലാണ് ചില ആളുകൾ പിഴച്ചു പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല, അലി റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടത് എന്ന അഭിപ്രായക്കാര് മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ ഉണ്ടാവുകയും അവർ പിന്നീട് ഷിയഅത്തു അലി, അലിയുടെ പാർട്ടി എന്നറിയപ്പെടുകയും അവർ പിന്നെ ഷിയാക്കൾ എന്ന പേരിൽ അറിയപ്പെടാൻ ഇടയാവുകയും ചെയ്തു. സത്യത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും അവിടുത്തെ വചനങ്ങൾ, ഹദീസുകൾ പഠനം നടത്തുകയും ചെയ്താൽ നബി നിരവധി ഇശാറകളിലൂടെ, നിരവധി സൂചനകളിലൂടെ, നിരവധി വ്യക്തമായ പ്രഖ്യാപനങ്ങളിലൂടെ എനിക്ക് ശേഷം അബൂബക്കർ, എനിക്ക് ശേഷം അബൂബക്കർ, എനിക്ക് ശേഷം അബൂബക്കർ, ഒന്നാം ഖലീഫ അബൂബക്കർ എന്ന് സൂചന നൽകിയതായിട്ട് നേർവഴിക്ക് ചിന്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അതിന്റെ തെളിവാണത്. നബി, അടുത്ത തവണ ഞാൻ വരുമ്പോ നിങ്ങളില്ലെങ്കിലോ എന്നൊരു പെൺകുട്ടി ചോദിച്ചപ്പോൾ, എങ്കിൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഞാനില്ലെങ്കിൽ എന്റെ പ്രതിനിധി, നിങ്ങൾക്ക് സമീപിക്കാവുന്ന ആള് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗർ ഗുഹയിൽ അബൂബക്കറെ നിങ്ങൾ എന്റെ കൂട്ടുകാരനായിരുന്നു. ഹിജ്റയുടെ വേളയിൽ സൗർ ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെ മടിയിലാണ് കിടന്നത്. സൗർ ഗുഹയിൽ നിങ്ങൾ എന്റെ കൂട്ടുകാരനായിരുന്നെങ്കിൽ നാളെ ഹൗദുൽ കൗസറിലും നിങ്ങൾ എന്റെ കൂട്ടുകാരനാണ്. ഞാൻ എന്റെ ഉമ്മത്തീങ്ങൾക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുമ്പോൾ അബൂബക്കറെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകും. നിങ്ങൾ സൗർ ഗുഹയിൽ ഞാൻ നിങ്ങളുടെ മടിയിൽ കിടന്നുവെങ്കിൽ നാളെ നിങ്ങൾ എന്റെ കൂട്ടുകാരനാണ് അബൂബക്കറെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മെഹറാജിന്റെ രാത്രി സ്വർഗം കണ്ടുവന്ന രംഗം അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചു കൊടുക്കുകയായിരുന്നു സഹാബികൾ. ഞാൻ സ്വർഗം കണ്ടു, അതിന്റെ പ്രത്യേകതകൾ കണ്ടു. ഇന്നലെ മെഹറാജിനെ കുറിച്ച് നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ചർച്ച ചെയ്യുകയുണ്ടായി. ആ മെഹറാജിൽ സ്വർഗം കണ്ട അനുഭവങ്ങളും സൗഭാഗ്യങ്ങളും അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചു കൊടുത്തപ്പോൾ അബൂബക്കറിന് എന്തെന്നില്ലാത്ത മോഹമായി. അബൂബക്കർ ചോദിച്ചു, റസൂലേ, സ്വർഗം നേരിട്ട് കണ്ടോ? മരിച്ചു പോയിട്ട് ആളുകൾ കടന്നു ചെല്ലുന്ന സ്വർഗത്തിൽ നബിയെ, അങ്ങയുടെ വഫാത്തിന് മുമ്പ് തന്നെ എത്തിപ്പെട്ടോ? അങ്ങ് സ്വർഗം നേരിട്ട് കണ്ടോ? അല്ലാത്തൊരു താല്പര്യത്തോടെ, ഔത്സുക്യത്തോടെ, ജിജ്ഞാസയോടെ അബൂബക്കർ ചോദിച്ചു, സ്വർഗം നേരിട്ട് കണ്ടോ? ഉടൻ തന്നെ ആ താല്പര്യം കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കണ്ടു. അധികം ചോദിച്ചു വിഷമിക്കണ്ട. എന്റെ സമുദായത്തിൽ നിന്ന്, എന്റെ ഉമ്മത്തികളിൽ നിന്ന് ആദ്യം സ്വർഗത്തിൽ കടക്കുക അബൂബക്കറെ നിങ്ങളായിരിക്കും. നിങ്ങളാണ് ആദ്യം സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുക. എന്റെ ഉമ്മത്തീങ്ങളിൽ നിന്ന് സ്വർഗപ്രവേശത്തിന്റെ ഭാഗ്യം ആദ്യമായിട്ട് നിങ്ങൾക്കാണ് ലഭിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി കഴിഞ്ഞിട്ടില്ല. ആ സന്ദർഭം സംഗതി വഷളാൻ പോവാണ്. അൻസാറുകൾ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. മുഹാജിരികൾ വേറൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ പോവാണ്. പുണ്യമാക്കപ്പെട്ട ശരീരം ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കുകയാണ്. രണ്ട് നേതാവ് എന്ന് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം അർത്ഥവത്തായ ചോദ്യമാണ്. ഒരു ഉറയിൽ രണ്ട് വാളോ എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ യോഗസ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഒരു ഉറയിൽ രണ്ട് വാളോ? എന്തായി കേൾക്കുന്നത്? മുഹാജിറുകൾക്ക് ഒരു ഖലീഫ, അൻസാറുകൾക്ക് വേറൊരു ഖലീഫയോ? നെഞ്ചും വിടർത്തി ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു. ഇന്നത്തെ സ്ഥിതിഗതികൾ നന്നാക്കാൻ നോക്കണം. ഒരു നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് കടന്നു എന്നിട്ട് പ്രസംഗം ചെയ്തു. ജനങ്ങളെ, രണ്ട് ഖലീഫയെ തിരഞ്ഞെടുക്കാൻ പോവാണോ? അബദ്ധം. അവിടെ അവസാനിപ്പിക്കുക. ഒറ്റ നേതാവ്, നമുക്കൊരു ഖലീഫ വേണം, ഒറ്റ ഖലീഫ. അതിനാരാവിടെ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പ്രസംഗിച്ചു, ഖലീഫ വേണം. ഉമർ പറഞ്ഞത് ശരിയാണ്, ഞാൻ രണ്ടാളെ ഇതാ നിങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു. ആ രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് അബൂ ഉബൈദ. അതിനു മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രണ്ട് ശൂരന്മാർ, രണ്ട് നീതിമാന്മാർ, ഒന്നുകിൽ ഉമർ അല്ലെങ്കിൽ അബൂ ഉബൈദ. രണ്ടാളും സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടവരാണ്. അത് പറഞ്ഞു തീരാൻ സമ്മതിച്ചില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോഴേക്ക് എണീറ്റു. അത് പറഞ്ഞു, അവിടെ നിൽക്കട്ടെ, എന്റെ കാര്യം ഞാൻ പറയാം, ഞാനതിന് അയോഗ്യനാണ്. അബൂബക്കർ സിദ്ദീഖ് ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തില് മുസ്ലിം സമൂഹത്തിന്റെ നായകനാകാൻ എനിക്ക് അവകാശമില്ല. എവിടുന്നാണ് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യവും ഭദ്രതയും പിറവിയെടുക്കേണ്ടത്? ഈ വചനം, ആ വചനം നായകനാ സിദ്ദീഖ് ജീവിച്ചിരിക്കുന്നിടത്ത്
നായകൻ ഇവിടെ ഉണ്ട്. നായകനെ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നായകൻ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിൽ നായകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ നേതാവ്, ഞാൻ അതിന് യോഗ്യനല്ല, ഞാൻ അത് അപ്പ പിൻവലിക്കും. പിന്നാരാ പിൻവലിക്കാൻ ബാക്കി? അബൂ ഉബൈദയോ? ഉടനെ എഴുന്നേറ്റ് സിദ്ദീഖുൽ അക്ബർ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ നേതാവാകാനോ ഖലീഫയാകാനോ ഞാൻ അതാ പിൻവലിക്കുന്നു, എന്നതിന് പറ്റൂല. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ, നിങ്ങൾക്ക് പൊരുത്തമാണോ? ഞാനിതാ അബൂബക്കർ സിദ്ദീഖിനെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുകയാണ്. നീട്ടണം സിദ്ദീഖേ കയ്യ്, നിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കണം. ഈ സദസ്സിന്റെ, ഈ സംഘത്തിന്റെ, ഈ സമൂഹത്തിന്റെ, ഈ രാജ്യത്തിന്റെ, മുഹമ്മദ് നബി വളർത്തിയെടുത്ത സമൂഹത്തിന്റെ ഉജ്ജ്വലമായ സംസ്കാരത്തിന്റെ ഒടുക്കത്തെ പ്രവാചകന്റെ സമുദായത്തിന്റെ നേതൃത്വം പ്രവാചകൻ കണ്ണടച്ചതിന്റെ പിറകെ നിങ്ങൾ ഏറ്റെടുക്കണം സിദ്ദീഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈ നീട്ടിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖിനെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തപ്പോഴേക്ക് പിന്നെ സിദ്ദീഖിനൊന്നും പറയേണ്ട സമയമുണ്ടായില്ല. സദസ്സ് ഓടിയണഞ്ഞു. റസൂലുള്ളാഹിയിൽ നിന്ന് പലതും കേട്ട സഹാബികൾ, എന്റെ സിദ്ദീഖ്, എന്റെ അബൂബക്കർ, എന്റെ അബൂബക്കർ, എന്റെ അബൂബക്കർ, സൗർ ഗുഹയിൽ അബൂബക്കർ മടിയിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഹിജ്റയുടെ 3 രാവ് ചെലവഴിച്ച സംഭവം ഓർത്ത സഹാബികൾ, മറ്റു പലതും ഓർത്ത സഹാബികൾ, ആണുങ്ങൾക്കിടയിൽ നിന്ന് ആദ്യം ദീനെ വിശ്വസിച്ചത് അബൂബക്കറാണെന്ന് മനസ്സിലാക്കിയ സഹാബികൾ, റസൂലുള്ളാഹിന്റെ നിരവധി വചനങ്ങൾ ഓർത്ത സഹാബികൾ അവർ ഓടി വന്നുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ഖലീഫയാണ്, അങ്ങേ ഖലീഫയായി അമീറുൽ മുഅ്മിനീനെ ഞങ്ങൾ ബൈഅത്ത് ചെയ്തിരിക്കുന്നു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തൊരു പ്രസംഗം ഈ ലോകത്ത് സകല നേതാക്കന്മാർക്കും സകല അനുയായികൾക്കും എല്ലാ കാലത്തേക്കും ഖിയാമത്ത് നാൾ വരെ മാതൃകയായിരിക്കും ആ പ്രസംഗം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി പ്രസംഗം ആരംഭിച്ചു. ഞാനിതിന് യോഗ്യനല്ല, നിങ്ങൾക്കിടയിലെ ദുർബലനായ എളിയവനാണ് ഞാൻ. നിങ്ങൾ ഏൽപ്പിച്ചത് കൊണ്ട് ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങളും എന്നെ അനുസരിക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ തെറ്റി നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കരുത് എന്ന് മാത്രമല്ല, നിങ്ങൾ എന്നെ തിരുത്തണമെന്ന് പറയാനൊരുങ്ങിയിട്ട് തിരുത്തണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ആ വാചകം മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ സദസ്സിൽ നിന്ന് വയസ്സായ ഒരു സഹാബി എഴുന്നേറ്റുകൊണ്ട് വാള് ഉറയിൽ നിന്ന് ഊരിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അബൂബക്കറെ, ഇതാ വാള്. അള്ളാഹുവിനെയും റസൂലിനെയും തെറ്റി നടന്നാൽ ഇതുകൊണ്ടായിരിക്കും അബൂബക്കറെ തിരുത്തുക, വാക്കുകൊണ്ടായിരിക്കില്ല, കൈ കൊണ്ടായിരിക്കില്ല. അള്ളാഹുവിനെയും റസൂലിനെയും തെറ്റി നടന്നാൽ അബൂബക്കറാണെന്ന് നോക്കൂല, ആരാണെന്നും നോക്കൂല, ഈ വാള് കൊണ്ട് തിരുത്ത് ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് ആ സഹാബി വിളിച്ചു പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ നിനക്ക് സ്തുതി, അല്ലാഹുവേ നിനക്ക് സ്തുതി. അങ്ങനെ അന്ത്യപ്രവാചകന്റെ സമുദായത്തിലെ ഒന്നാമത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കപ്പെട്ടു. ഇസ്ലാമിൽ തെരഞ്ഞെടുപ്പിന്റെ രീതിയാ ഉള്ളത്. ഇസ്ലാമിൽ രാജാധിപത്യമില്ല, ആരെങ്കിലും രാജാവാകലില്ല, മകനെ വാഴിക്കലില്ല. ഒരുപാട് സംഭവങ്ങൾ ഈ കാര്യത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നു. മക്കളെ വാഴിക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. മക്കളെ വാഴിക്കുന്ന ഏർപ്പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ ഓരോ സംഭവത്തിലും അറിഞ്ഞു കിടക്കും. ഇനി 4 ഖലീഫമാരെ ചരിത്രത്തിൽ പഠിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോകുമ്പോൾ സഹാബികൾ പോയിട്ട് ചോദിച്ചു, ആരാ നിങ്ങളെ പിൻഗാമി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മക്കളെ വാഴിച്ചില്ല, ആൺമക്കളില്ല, ഒരു ആൺതരി ഉണ്ടായിരുന്നുള്ളൂ, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ആ കുഞ്ഞുമോൻ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയി. ഫാത്തിമ ബീവിയുണ്ട്, ഫാത്തിമ ബീവിയുടെ ഭർത്താവായ ജാമാതാവായ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രഗൽഭൻ. പക്ഷേ മരുമകനായ അലിയല്ല, കുടുംബത്തിലെ ആളല്ല, അബൂബക്കറാണ് ഒന്നാമത്തെ ഖലീഫ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫായ ആളുകൾ അടുത്ത് കൂടിയിട്ട് പറഞ്ഞു, ആരാ ഖലീഫ? അടുത്ത ആളാരാ? വഫാത്താൻ പോവാൻ. സിദ്ദീഖിനോട് പോയിട്ട് ചോദിച്ചു, സഹാബി നമുക്കൊരാളെ കണ്ടെത്തണം. സിദ്ദീഖ് പറഞ്ഞു ജനങ്ങളോട്, നമുക്കൊരാളെ കണ്ടെത്തണം. അപ്പോ ഒരാൾ പോയിട്ട് പറഞ്ഞു, അല്ല നമ്മളെ മകനായാൽ എന്താ, അബ്ദുള്ള നല്ല ഒന്നാന്തരം കുട്ടിയാണ്, നല്ല മുത്തഖിയാണ്, ആളുകൾക്ക് നല്ല അഭിപ്രായമാണ്, യാതൊരു സംശയമില്ല കേട്ടോ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിന്റെ മകനാ നിലക്കല്ല, സഹാബികൾക്കിടയിൽ അഗ്രഗണ്യനാണ്. ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ആ വർത്താനം പറയണ്ടെന്ന്, ആ വർത്തമാനം അവിടെ അവസാനിപ്പിക്കുക. എന്നിട്ട് ഓരോരുത്തരെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു, ആരായിരിക്കണം ഖലീഫ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ വിളിച്ചു ചോദിച്ചു റളിയല്ലാഹു അൻഹുവിനോട്, ആരാ ഖലീഫ നിങ്ങളെ അഭിപ്രായം? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, നല്ലൊരാളുണ്ട്,
കുറച്ച് കട്ടിയാണെന്ന് മാത്രം, കുറച്ച് കടുകട്ടിയാണ് സ്വഭാവം, എന്നാലും ഈ പണിക്ക് പ്രഗത്ഭനാണെന്ന്. ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദയെ വിളിച്ചു ചോദിച്ചു, നിങ്ങളെ അഭിപ്രായം ആരാ ഖലീഫയാകാൻ, ആരാ ഫിറ്റ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ, ഉമറിന്റെ സമൂഹത്തിൽ ഉമറിനേക്കാൾ യോഗ്യനായ ഒരാളെ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അഭിപ്രായമൊക്കെ അവിടെ എഴുതി വെച്ചു. കട്ടിയാണെന്നുള്ള അഭിപ്രായം കേട്ടല്ലോ സിദ്ദീഖുൽ അക്ബർ സഹാബികളെ വിളിച്ചുകൂട്ടി. സിദ്ദീഖ് ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. സഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട് അമീറുൽ മുഅ്മിനീൻ ഒരു പ്രസംഗം ചെയ്തു. ഉമറിനെ കുറിച്ച് ആക്ഷേപം ഇവിടെ കേൾക്കുന്നുണ്ട്, അല്പം കട്ടിയാണ്. ആ കട്ടി ദീനിന് വേണ്ടിയുള്ള കട്ടിയുടെ സ്വഭാവമാണ്. ദീനിന് വേണ്ടിയാണ് ഉമർ ഗൗരവക്കാരനായത്. നിങ്ങൾ ഖിലാഫത്തിന്റെ അധികാരം ഉമറിനെ ഏൽപ്പിച്ചാൽ മയം വന്നുകൊള്ളും. കട്ടിയായ ഉമർ മയം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉമറിനെ ഖലീഫയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് സമ്മതമാണോ? സഹാബത്ത് ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, നമ്മുടെ കാലത്ത് ഉമറല്ലാതെ യോഗ്യനാരാണ്, ഉമറിനെ തന്നെ നിയമിക്കുക. പിന്നെ സ്വകാര്യമായിട്ട് ഉമറിനെ വിളിപ്പിച്ചു, കിടക്കപ്പായിൽ ഇരുത്തി, മരണശയ്യയിൽ ഇരുത്തി. ലോകത്തോട് വിട പറയാൻ പോകുന്ന അസുഖം ബാധിച്ച സിദ്ദീഖുൽ അക്ബർ പനി പിടിച്ചു കിടന്ന സമയത്ത് ഉമറിനെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഉമറെ, ഖിലാഫത്ത് നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാണ്, ഞാനല്ല, മുസ്ലിം സമുദായം. സൂക്ഷിക്കണം ഉമറെ, നീതി പാലിക്കണം ഉമറെ, പടച്ചവനെ മറക്കരുത് ഉമറെ, അല്ലാഹനെ മറന്ന് പ്രവർത്തിക്കരുത് ഉമറെ. ഈ ജനതയുടെ നേതൃത്വം നിന്റെ കരങ്ങളിലാണ് ഉമറെ. സദാ പടച്ചവനെ ഓർത്തുകൊണ്ട് ജീവിക്കണം ഉമറെ. ഭരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉമറെ. കട്ടി വന്നു പോകരുത് ഉമറെ, പരുക്കനാകരുത് ഉമറെ. സ്വഭാവങ്ങൾ ഓരോന്ന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കി. അപ്പൊ അവിടെ ഇല്ല മകൻ. ഇനി ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോവാണ്, കൊല ചെയ്യപ്പെട്ടു. നിസ്കരിക്കുമ്പോ കത്തിയോണ്ട് കുത്തിയതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ. ആ ശരീരം കൊടുത്തിട്ട് വീട്ടിൽ കിടത്തിയ സഹാബികൾ. വഫാത്താകാൻ പോവാൻ ഉറപ്പായി. ഉടനെ ഈ പ്രശ്നം ചർച്ചയ്ക്ക് വന്നു. ആരാ അടുത്ത ആള്? ഖലീഫ ആരാണ്? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്ര നല്ല തെരഞ്ഞെടുപ്പിന്റെ രീതിയാ. 6 ആളെ ലിസ്റ്റ് കൊടുത്തു. 6 ആളെ ലിസ്റ്റ്. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭന്മാർ അബൂ ഉബൈദത്തുൽ ജറാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബീ വഖാസ്, തൽഹ, സുബൈർ തുടങ്ങിയ എല്ലാവരുടെയും ലിസ്റ്റ് കൊടുത്തു. എന്നിട്ട് അപ്പോഴും ഒരാൾ പോയി ചോദിച്ചു, അല്ല, നമ്മുടെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ചരിത്രത്തിൽ പറയുന്നു, ചർച്ചക്ക് വന്നതാണ്, വരാതിരുന്നൊന്നുമല്ല, ആൾക്കാർക്ക് തിരിയാതെ പോയെന്നല്ല, മക്കള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കേസ്. നല്ലോണം തിരിഞ്ഞിരുന്ന് പോയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ? 2 ആളോടും പറയും. അബൂബക്കർ സിദ്ദീഖിനോട് പോയിട്ട് പറഞ്ഞു, മകനുണ്ടേ, ആ വർത്താനം പറയണ്ടെന്ന് അവിടെ അവസാനിപ്പിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, മകൻ ആരാ? മകൻ ഞാൻ പറയാതെ ഇവിടെ ഇരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്കറിയാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ മകൻ വഴിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പര അല്ലാഹു ഈ ലോകത്ത് കാത്തു സൂക്ഷിച്ചത്. ഇന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വംശപരമ്പര ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. ആ വംശപരമ്പരയിലാണ് നമ്മുടെ മസ്ജിദിന്റെ നാമകരണം ചെയ്ത മുജദ്ദിദ് അൽ ഫഥാനി ശൈഖ് അഹ്മദ് സർഹിന്ദി റളിയല്ലാഹു തആല അൻഹു ജനിച്ചത്. ഫാറൂഖിയൻ രക്തത്തിൽ. അവരുടെ മഖ്ബറ പഞ്ചാബിലെ സർഹിന്ദിലാണ്. ഈ വിനീതൻ അവിടെ പോയി ഒരു ഫാത്തിഹ ഓതിയതിന്റെ സൗഭാഗ്യം ഉണ്ടായത് ഈ അവസരത്തിൽ ഓർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം കാത്തു സൂക്ഷിച്ചത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ വഴിയാണ്. അവരുടെ കുടുംബക്കാർ ചിലർ ഡൽഹിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. വളരെ വലിയ ദീനിയായ ജീവിതം അവർ കൊണ്ടാടുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷാൽ മക്കൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 41ാമത്തെ മകനെ നേരിട്ട് കണ്ടത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. 2-3 മാസം നമ്മുടെ ഈ സദസ്സിലേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. റമദാൻ മാസമായതുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. റമദാൻ കഴിഞ്ഞൊരു അവസരമാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. നല്ലൊരു ചെറുപ്പക്കാരൻ, മശായിഖന്മാരുടെ കുടുംബം, പണ്ഡിതന്മാരുടെ കുടുംബം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കുടുംബത്തെ അല്ലാഹു കാത്തു സൂക്ഷിച്ചത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന ആ സന്താനം വഴിയാണ്. ആ അബ്ദുള്ള എന്താ ഖലീഫയാക്കിയാല് ചോദിച്ചവന്റെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് ഉമർ ഫാറൂഖ് നോക്കിയതാണ്. നിർത്ത്, എന്നോട് പറഞ്ഞ ആ വർത്താനിന് വേറൊരാളുടെ മിണ്ടി പോകും. ആരാക്കിയാലും ഈ 6 ആളെന്ന് ഏതാളെ ആക്കാം, അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ ആക്കി പോകരുത് എന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആലോചിച്ച് നോക്കണം, അവിടെ ആ ഏർപ്പാട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാനം, ക്ഷമിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ 6 ആളിൽ ഒരാളെ വിട്ടുപോയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച 6 ആള്: അബൂ ഉബൈദ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, തൽഹ, സുബൈർ, സഅദ് ഇബ്നു അബീ വഖാസ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കാനാ പറഞ്ഞത്. അതിൽപ്പെട്ട ഒരാളായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് വന്നു.
ഉസ്മാന്റെ ശേഷം മക്കളെ ചർച്ച വന്നില്ല, മക്കളുണ്ടായില്ല, മക്കൾ ഖലീഫയായില്ല, അലി റളിയല്ലാഹു അൻഹു വന്നു. ചുരുക്കത്തിൽ വംശാധിപത്യത്തിന് ഇസ്ലാം എതിരാണ് ഇന്ന് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഉജ്ജ്വലമായ മാതൃക തെളിയിച്ചിരിക്കുന്നു, നിസ്സംശയം തെളിയിച്ചിരിക്കുന്നു, അത് സ്ഥാപിച്ചിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ തന്നെ അതിന്റെ വ്യക്തമായ സംഭവങ്ങൾ ലോകത്തിന് ബോധ്യപ്പെട്ടു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആധിപത്യത്തിന്റെ സ്ഥിതി കേൾക്കണം. ഫാത്തിമ ബീവിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായ ഒരു സംഭാഷണം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഫദക് എന്ന് പറയുന്ന ഒരു സ്വത്ത് റസൂലുള്ളാഹിന്റെ പേരിലുണ്ടായിരുന്ന ഒരു സ്വത്തായിരുന്നു. വഫാത്തായപ്പോൾ ഫാത്തിമ ബീവി ഖലീഫയായ അബൂബക്കർ സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ബാപ്പാന്റെ ആ സ്വത്ത് അള്ളാഹുവിന്റെ റസൂലായ എൻ്റെ പിതാവ് വഫാത്തായി പോയി, അപ്പൊ അത് എനിക്ക് തരണം അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ ഫാത്തിമ, എന്റെ ബാപ്പാന്റെ ദീനിന്റെ കാവൽക്കാരനായിട്ട് എളിയ സേവനം ചെയ്യുന്നവനാണ് ഞാൻ. ബാപ്പ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അമ്പിയാക്കൾക്ക് അവകാശികളില്ല, ഞങ്ങൾ അമ്പിയാക്കൾക്ക് അവകാശികളില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് ഭൂമിയിൽ കുടുംബത്തിന്റെ അനന്തരാവകാശമില്ല, അതുകൊണ്ട് സ്വത്തിനും അവകാശമില്ല. അത് ബൈത്തുൽ മാലിന്റെ പൊതു സ്വത്താണ്, സദഖയുടെ സ്വത്താണ്. അതൊരിക്കലും തന്നെ സാധാരണ ആൾ മരിച്ചാൽ മക്കൾക്ക് സ്വത്ത് ഓഹരി വെക്കുന്ന മാതിരി അമ്പിയാക്കൾ വഫാത്തായ ആളുടെ സ്വത്ത് ഓഹരി വെക്കുന്ന പരിപാടിയില്ല എന്ന് പിതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കേണ്ട താമസം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തൃപ്തിപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് ആ മറുപടി കേട്ടുകൊണ്ട് തിരിച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം എന്ത് കുടുംബമായിരുന്നു? അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ആയിഷ ബീവി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റ പത്നിയുടെ കാരണത്താൽ തന്നെ സിദ്ദീഖുൽ അക്ബറിന്റെ കുടുംബം ഏറ്റവും വലിയ സൗഭാഗ്യത്തിലെത്തി. അല്ലാഹുവിന്റെ റസൂലിനെ അവിടുത്തെ പത്നിമാരിൽ അങ്ങേയറ്റം പ്രിയപ്പെട്ട പത്നിയായിരുന്നു സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിയോട് ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ, ആയിഷ ബീവിയെ അബൂബക്കർ എനിക്ക് കെട്ടിച്ചു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അഭിമാനത്തോടെയല്ലോ പറഞ്ഞത്. ഇസ്ലാമിലെ പല വിധിവിലക്കുകൾ പോലും ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ആയിഷ ബീവിയുടെ മാല ഒരു ദിവസം കളഞ്ഞുപോയി. മാല കളഞ്ഞു പോയിട്ട് ആയിഷ ബീവി ആ വിവരം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറഞ്ഞു. ഒരു യുദ്ധത്തിന് സഹാബികളും റസൂലും കൂടി പോയ സന്ദർഭമാണ്. മാല കളഞ്ഞു പോയി. മാല തരാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. എല്ലാവരും മാല തിരഞ്ഞ് മാലിട്ട് കിട്ടിയില്ല. നേരം വൈകുന്നേരമായാലും എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, തിരിച്ചെത്താൻ വൈകി. കൂടെ ഉണ്ടായിരുന്ന കുടിവെള്ളം മുഴുവൻ കുടിച്ചു തീർന്ന് മരുഭൂമിയിൽ കുടിക്കാൻ വെള്ളമില്ലാതെ ഈ സംഘം ഒന്നടങ്കം അവിടെ പെട്ടുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടക്കുകയാണ്. രാത്രിയായിട്ട് ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ ഉറങ്ങുന്ന മുറിയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെല്ലെ പതുങ്ങിക്കൊണ്ട് കടന്നു ചെന്നു. ആയിഷയെ വിളിച്ചു. റസൂല് ഉറങ്ങുന്ന സമയത്ത് റസൂലിനെ ഉണർത്താതെ ആയിഷയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, നിന്റെ ഒടുക്കത്തെ മാല കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനും സഹാബികൾക്കും ഉണ്ടാകാത്ത ബുദ്ധിമുട്ടില്ല. കുടിവെള്ളമില്ലാതായി വമ്പിച്ച വിഷമമായി ആയിഷ. നിന്റെ ഒരു മാല, ആ മാല കാരണമായിട്ടാണ് ഈ ആപത്ത് മുഴുവൻ ഉണ്ടായത്. റസൂല് വളരാത്ത രീതിയിൽ ആയിഷയെ മകളായ ആയിഷ ബീവിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായ ഭാഷയിൽ ശാസിച്ചു. ആയിഷ ബീവി കരഞ്ഞ് വിഷമിച്ചിരുന്നു. റസൂൽ എപ്പോഴും ഉറക്കത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ആയിഷ, കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ വേണ്ട, നിസ്കരിക്കാനുള്ള ഒന്നു കൊടുക്കാനുള്ള വെള്ളം എവിടെ? റസൂലിന്റെ സഹാബത്ത് മുഴുവൻ ഇവിടെ കിടക്കുകയാണ് ഈ മരുഭൂമിയിൽ. നിന്റെ മാല കാരണം ഉദ്ദേശ സമയത്ത് തിരിച്ചെത്താൻ കഴിയാത്തത് കൊണ്ട് ഈ ആപത്തുണ്ടായി. സുബ്ഹിയുടെ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഉണർന്നിരിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ ദേഷ്യപ്പെട്ട വിവരം അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഒളിയെടുക്കാനുള്ള വെള്ളത്തെക്കുറിച്ച് സഹാബത്ത് അന്വേഷണം നടത്തി. ഒളിയെടുക്കാൻ വെള്ളമുണ്ടോ എന്ന് തേടാൻ സുബ്ഹിയുടെ സമയത്ത് ഉണർന്നിരിക്കുന്ന സമയത്തതാ പുണ്യ റസൂലിന്റെ ശരീരം വിയർക്കുകയാണ്. അവിടുത്തെ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ മുത്തുകൾ തെളിയുകയാണ്. സാധാരണ ജിബ്രീൽ പാറിപ്പറന്നു വരുന്ന സമയത്താണ്, വഹയിന്റെ വേളയിലാണ് അവിടുത്തെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുള്ളത്. വഹയിന്റെ സമയമാണ്. ആയിഷയുടെ ആ വാസസ്ഥാന
സ്ഥാനത്ത് കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ജിബ്രീലിന് സ്വാഗതമോദി. ജിബ്രീൽ വന്ന് ഓതി കേൾപ്പിക്കുകയാണ്, വെള്ളമില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തയമ്മം ചെയ്യാൻ അല്ലാഹു അനുവദിച്ചിരിക്കുന്നുവെന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത്. സഹാബികൾ സന്തോഷം കൊണ്ടാടുകയാണ്. അബൂബക്കറേ, നിങ്ങൾ എത്ര മഹാൻ! നിങ്ങളുടെ മകളുടെ ഒരു മാല പോയാൽ അതുപോലും ഈ ദീനിന്റെ ഒരു ഹുക്മ പഠിപ്പിക്കുന്ന അന്തരീക്ഷമാണ് അബൂബക്കറേ. അല്ലാഹുവിന്റെ റസൂലേ, ആ റസൂലിന്റെ ഭാര്യയായ ആയിഷ, സിദ്ദീഖിന്റെ മകളായ ആയിഷ, ആയിഷയുടെ മാല പോയത് എത്ര നന്നായി! അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം സമുദായത്തിന് വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. നീണ്ട യാത്രയിൽ വെള്ളം കിട്ടാത്ത സമയത്ത് മരുഭൂമിയിലൂടെയോ പറമ്പിലൂടെയോ വാഹനത്തിലൂടെയോ കടന്നു പോകുമ്പോൾ നിസ്കാരത്തിന്റെ വഖത്തായിരിക്കുന്നു, എന്തോ കാരണവശാൽ വെള്ളമില്ലാതെ വന്നിരിക്കുന്നു. എന്നാലും നിസ്കാരത്തിന് ഒഴിവ് കഴിവില്ല, നിസ്കരിക്കണം, തയമ്മം ചെയ്യുക, ഖുർആന്റെ കൽപ്പന.